അപ്പം മാതൃത്വത്തിന്റെ മഹിമ എന്ന വിഷയത്തെ ആദരിച്ചുകൊണ്ടായിരിക്കും ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരു മാതാവിനെ ഈ ദൗത്യം ഞാൻ ഏൽപ്പിച്ചത്. അപ്പം ബാക്കി ഉള്ളതെല്ലാം നമ്മളുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന നമ്മുടെ മാതാക്കന്മാർ അവർ ചെയ്ത നന്മകളെ കുറിച്ച് സ്മരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അത് ജീവിച്ചിരിക്കുന്നവരെയും മൺമറഞ്ഞവരെയും ഒക്കെ നമുക്ക് ഈ നിമിഷം ഓർക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ മോഡറേറ്റർ AC ജോർജാണ്. അദ്ദേഹം മലയാളം സൊസൈറ്റിയുടെ അവതരണ ഗാനം അവതരിപ്പിക്കുകയും അതോടൊപ്പം അതിനെ തുടർന്ന് ജോർജ് മണ്ണിക്കരോട്ട് നമ്മളോട് അഭിസംബോധന ചെയ്യുന്നതുമായിരിക്കും. ഞാൻ അവതരണ ഗാനത്തിന് വേണ്ടി AC ജോർജിന് തുടർന്ന് ജോർജ് മണ്ണിക്കരോട്ടും ക്ഷണിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഒരു 2 minutes അവതരണ ഗാനം ഉണ്ടായിരിക്കും കേട്ടോ. വളരണമെൻ മാതൃഭാഷ മലയാള ഭാഷയെങ്ങുമേ വളർന്ന് ഐക്യനാട്ടിലും പടർന്ന് പന്തലിക്കണം. അണഞ്ഞിടാതെൻ ഭാഷയെ ഈ മണ്ണിലും വളർത്തുവാൻ നീ ഞങ്ങളെ മലയാളം സൊസൈറ്റിയെ അന്യം നിന്നു പോയിടാതൻ ഭാഷയെ പുലർത്തുവാൻ ധന്യമാക്ക ഞങ്ങൾ തൻ ശ്രമങ്ങളെ. ദേവിയേ സരസ്വതി. യെസ് സർ, മണ്ണിക്കരോട് സാറേ. കേൾക്കാം. ശബ്ദം അടങ്ങിയിരിക്കുകയാണ്. മുഴുവനെയും എല്ലാവർക്കും സായം സന്ധ്യയുടെ നമസ്കാരം. മലയാളം സൊസൈറ്റിയുടെ നിയമ സമ്മേളനം ആരംഭിക്കുകയാണ്. പങ്കെടുക്കാനും വന്നിട്ടുള്ള ഓരോരുത്തരെയും പ്രത്യേകമായി മലയാളം സൊസൈറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറിയ യങ് ചാപ്പ്, വളരെ ചെറുപ്പക്കാരനും നല്ല ശബ്ദ സൗമാര്യവും
ഗാംഭീര്യവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് നമുക്ക് വളരെ മനോഹരമായിട്ട് അത് ചെയ്തു തന്നത്. അതിനെ ഒന്നുകൂടെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് തീർച്ചയായും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മണിക്കരോട്ടൻ നമ്മുടെ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ന്യൂയോർക്കിൽ മരിച്ചു. അമ്മ ദിനത്തിൻ്റെ മാഹാത്മ്യത്തെ പറ്റി നമ്മളോട് സംസാരിക്കാൻ, പ്രഭാഷണം നടത്താൻ ഇതിൽ സംബന്ധിക്കുന്ന ഈ മലയാളം സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീമതി പൊന്നുപിള്ളയെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ശ്രീമതി പൊന്നുപിള്ള, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സ്പീക്ക്. താങ്ക് യു. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ മലയാളം സൊസൈറ്റിയുടെ പ്രസിഡന്റ് മിസ്റ്റർ ജോർജ് മണ്ണിക്കരോട്ട് അദ്ദേഹം, സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോർജ് പുത്തൻകുരിശ് അദ്ദേഹം, മോഡറേറ്ററായിട്ട് പെരുമാറുന്ന എസ് ജോർജ് സാറ്, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന മിസ്റ്റർ ജോൺ ഇളമത, TN സാമുവൽ സാർ, പിന്നീട് രാജു തോമസ്, അതുപോലൊക്കെ ഒരാളിന്റെ നമ്പർ ഐഫോൺ എന്നാണ് കാണുന്നത്, പേര് കാണുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് എന്തായിരിക്കും? MC ചാക്കോ. ഓക്കെ. പിന്നെ ഇവിടെ ആദ്യമായിട്ട് ഇന്ന് വന്നെത്തിയിരിക്കുന്ന പിന്നീട് ഫിലിപ്പ് കല്ലട, പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? രാജു തോമസ്, എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നിവിടെ ആദ്യമായിട്ട് കാലുകുത്തിയിരിക്കുന്ന മിസ്റ്റർ നാരായണൻ നായർക്കും വിജയ്ക്കും എല്ലാവർക്കും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എൻ്റെ ആദരീയമായിട്ട് ഞാൻ എല്ലാവരെയും ക്ഷണിച്ചു കൊള്ളുന്നു. എനിക്ക് കോൾഡാണ്. ഒരു മാസം, ഒരു 1.5 ആഴ്ചയായി സുഖമില്ലായിരുന്നു. പിന്നെ ഇത് കയറണമായിരുന്നു, അതുകൊണ്ട് ഇന്ന് കയറിയതാണ്. മദേഴ്സ് ഡേ ആണ്. ഇനിയും വേറെ കുറച്ച് പേരൊക്കെ ഇന്ന് വരാനുണ്ട്. ഇപ്പൊ മണി ഓൾറെഡി 4:30 ആയിരിക്കുന്നു. എത്ര മണി വരെ? 10 മിനിറ്റ് 15 മിനിറ്റ് പോകാം. പിന്നീട് ഡിസ്കഷൻ ഉണ്ട്. സമയത്തിന് നിർത്തണം. ആൾക്കാർക്കൊക്കെ ആളുകളെ ബോറടിപ്പിക്കരുതെന്നുള്ളതാണ് എവിടെ പോയാലും എൻ്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം. സമയത്തിന് തുടങ്ങുക, സമയത്തിന് നിർത്തുക. കൃത്യനിഷ്ഠ അത്യാവശ്യമാണ്. അതെ, അതുകൊണ്ട് ഇന്ന് എനിക്ക് അവസരം തന്നതിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു 25 വർഷമായിട്ട് ഞാൻ ഇവരുടെ കൂടെയൊക്കെ, നമ്മുടെ സഹോദരങ്ങളോടൊക്കെ കൂടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാഹിത്യകാരിയോ എഴുത്തുകാരിയോ ഒന്നുമല്ല. പിന്നെ വല്ലപ്പോഴും ആദ്യം പണ്ടൊക്കെ എന്തൊക്കെയോ കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയമൊന്നുമില്ല, പലയിടത്തും ഇങ്ങനെ ഓടി നടക്കുന്നു. പിന്നെ മുല്ലപ്പൂപ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാവും ഒരു സൗരഭ്യം. ഇവരുടെ കൂടെ എൻ്റെ ജീവിതത്തിൽ ഇന്നും ഞാൻ എൻ്റെ ഇളയ മകൻ ബേബിയോട് പറഞ്ഞു, ബേബി എന്നോട് വിളിച്ചു ചോദിച്ചു നാളെ എപ്പോഴാ പോകുന്നതെന്ന്, മദേഴ്സ് ഡേക്ക്. ഞാൻ പറഞ്ഞു, ബേബി എനിക്കിവിടെ കുറെ മറക്കപ്പെടാൻ മേലാത്ത സഹോദരങ്ങളുണ്ട്. അവരുടെ ഉത്തേജനവും അവരുള്ളതും കൊണ്ടാണ് ഞാൻ ഈ ഹൂസ്റ്റണിൽ എൻ്റെ ജീവിതം നിലനിന്ന് പോകുന്നത്. 45 വർഷം, 79-ൽ ഞാൻ ഇവിടെ വന്നതാണ്. ഇന്ന് വരെ എനിക്ക് ബോറായിട്ടില്ല. ഇന്ന് ഞാൻ ബേബിയോട് പറഞ്ഞു, ബേബി ഞാൻ ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്തു. ഞാൻ പോകാനായിട്ട് ഞാൻ തയ്യാറായിട്ടിരിക്കുക. ഒരു ദിവസം പോയേ പറ്റത്തുള്ളൂ, അത് സത്യമാണ്. അതിലെനിക്ക് നിരാശയില്ല. ഒരു മകളായിട്ട് ജനിച്ചു, ഭാര്യയായി, അമ്മയായി, എല്ലാമായി. എൻ്റെ പബ്ലിക്കിനും ചെയ്യാവുന്നതിലൊക്കെ ഞാൻ കൂടുതലും ചെയ്തു. ഇനി ഞാൻ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇംഗ്ലീഷിൽ എൻ്റെ ചരിത്രം ഒരു ഷോർട്ട് മൂവി ആക്കണം. കഴിഞ്ഞ മണ്ടയിൽ അദ്ദേഹം ഇവിടെ വരാനിരുന്ന ഏതോ ഒരു മലയാളിയുടെ കൂടെ ഒരു ഇംഗ്ലീഷുകാരനുമാണെന്ന്. അപ്പൊ എൻ്റെ ശബ്ദം ശരിയല്ലായിരുന്നു. ഇത്രയുമൊക്കെ നിങ്ങൾ എനിക്ക് അംഗീകാരം തന്നതിൽ നിങ്ങളോട് എൻ്റെ അഗൈതവുമായ നന്ദിയും എല്ലാം ഞാൻ രേഖപ്പെടുത്തുന്നു. ഇനിയും ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റിലോട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയിലോട്ട് കടക്കാം. വലിയ സാഹിത്യമൊന്നും അറിയത്തൊന്നുമില്ല, സാധാരണ വാക്കുകളിൽ പറയാം. ഈ ആദ്യമായിട്ട് നാളെ മദേഴ്സ് ഡേ ആണ്. ഇന്നത് മാറ്റിവെച്ചതിന് നിങ്ങളോടെല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അത് നല്ലൊരു കാര്യമാണ്. ഞാൻ പണ്ടേ പറയണമെന്ന് ആലോചിച്ചതാണ്. മെയ്യിലെ 2nd, അതുപോലൊക്കെ ജൂണിലേതും ഫാദേഴ്സ് ഡേ എന്ന് പറയുന്നത് നമുക്കൊന്ന് മാറ്റി വയ്ക്കണം, തലേദിവസത്തേക്ക് വയ്ക്കണം. എല്ലാ മക്കളും അമ്മയും അച്ഛനെയും ഒക്കെ കൊണ്ട് വെളിയിൽ പോകുന്ന അവർക്കൊരു തടസ്സം ഉണ്ടാക്കരുത്. ആർക്കും ഒരു തടസ്സം ജീവിതത്തിൽ സൃഷ്ടിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനമായിട്ടുള്ള ഫിലോസഫി. ഏതായാലും നാളത്തെ മദേഴ്സ് ഡേ ഇന്ന് ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും
ഇന്നിവിടെ സന്നിഹിതയായിരിക്കുന്ന വിജയിക്കും ഹാപ്പി മദേഴ്സ് ഡേ നേരുന്നു. നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല മദേഴ്സ് ഡേയെ കുറിച്ച് പറയുക എന്നാണ്. അത് വലിയ ഒരു സബ്ജക്റ്റാണ്. അത് എഴുതിയാലും തീരത്തില്ല. അതിന് ശക്തമായിട്ട് ഉള്ള ഒരു തൂലികയും അതെഴുതാനുള്ള ഒരു ഭാഷയും ഇവിടെ ഏറ്റവും പ്രഗത്ഭരായിരിക്കുന്ന AC ജോർജ് സാർ, ജോർജ് ഉമ്മൻ സാർ, TN ഷാ അവരുടെ ആരുടെയും തൂലികയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു വികാരം, ആ ഒരു ചിന്ത, ആ ഒരു അത് പറഞ്ഞറിയിക്കാൻ മേലാത്ത ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? അനുഭവിക്കുന്ന ഒരമ്മയ്ക്ക് മാത്രമേ ആ വികാരം അറിയത്തുള്ളൂ. ഒരമ്മ എന്ന വികാരം. ഞാൻ പ്രഗ്നന്റ് ആണ് അല്ലെ ഒരമ്മയാകാൻ പോകുന്നു എന്നറിയുന്ന എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 1 മാസം പ്രഗ്നന്റ് ആണെന്നുള്ള ആ സന്തോഷ വാർത്ത അറിയുമ്പോൾ മുതൽ പിന്നീട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഓരോ സെക്കൻഡും, ഓരോ മൂമെന്റും, ഓരോ ചലനവും. നേഴ്സ് ആയതുകൊണ്ട് പല കാര്യങ്ങളും അറിയാമായിരുന്നു. തിരിഞ്ഞു കിടക്കുമ്പോൾ ചിന്തിക്കും, ചിലപ്പോൾ അമ്പിളിക്കോട് കുഞ്ഞിന്റെ കഴുത്തിലും കാണും. അതുകൊണ്ട് ഇരുന്നിട്ടാണ് തിരിഞ്ഞു പിന്നെ ഞാൻ കിടന്നിട്ടുള്ളത്. അല്ലാതെ കിടന്നിരിപ്പിൽ തിരിഞ്ഞു കിടക്കാറില്ലായിരുന്നു. അങ്ങനെ ആ 7 മാസക്കാലം എന്നെ കുറിച്ച് പറഞ്ഞാല് എൻ്റെ ഫ്രണ്ട്സും എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ദൈവാനുഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഒരു കറുത്ത വസ്തുവും ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ തൊട്ട് ഞാൻ കഴിക്കത്തില്ലായിരുന്നു. കോക്ക് കഴിക്കത്തില്ലായിരുന്നു, കറുത്ത മുന്തിരിങ്ങ ഒന്നും കഴിക്കത്തില്ലായിരുന്നു. കാര്യം വെളുത്ത കുഞ്ഞുങ്ങൾ അല്പം ഇപ്പോഴത്തെ ഇന്നത്തെ ലോകത്തിൽ കളർ എന്ന് പറയുന്നതിന് വലിയൊരു അട്രാക്ഷൻ ആണല്ലോ. അതുകൊണ്ട് ഏതായാലും എൻ്റെ ആദ്യത്തെ കുഞ്ഞ് പറഞ്ഞപ്പോൾ ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലായിരുന്നു. 8.5 pounds. ആ ഡോക്ടർ ഹിംഗ്രാണി എന്നോട് ചോദിച്ചു, സിസ്റ്റർ ജി ആപ്പോ കൈസേ ഇത്തിന ഹാൻസം എടുക്കാമില്ല എന്ന്. ഞാൻ പറഞ്ഞു, ഡോക്ടർ ജി ഭഗവാൻ കെ കൃപാഹ എന്ന്. അങ്ങനെയായിരുന്നു. അപ്പൊ ഓരോ അമ്മമാരും അതുപോലെ കാണും. ഞാനെന്ന ചിന്തയെന്ന് മറന്നു. എനിക്കാണെങ്കിൽ എരിയും പുളിയും ഉപ്പും ഒക്കെ ഇഷ്ടമായിരുന്നു. അതെല്ലാം ഞാൻ മാറ്റി വെച്ചു. ആ 9 മാസവും ഞാൻ അതൊന്നും കഴിച്ചിട്ടില്ല. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്നും രാവിലെ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ്, അങ്ങനത്തെ നല്ല നല്ല വെളുത്ത കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഉള്ള കാര്യം നിങ്ങളോട് പറയുകയാണ് കേട്ടോ. അതിലെനിക്ക് ലജ്ജയില്ല, ഉള്ള കാര്യം പറയുക. ഒരു പെൺകുട്ടി ആകണമെന്നുമാണ് ചിന്തിച്ചത് ഞാൻ. പെൺകുട്ടികളെന്ന് വെച്ചാൽ വളരെ വലിയ കാര്യമായിരുന്നു. ദൈവം ഒന്നിനെ തന്നില്ല, പോട്ടെ, അതൊക്കെ അങ്ങനെ. അപ്പൊ അമ്മയുടെ വികാരം എന്ന് പറയുന്ന ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് കാര്യമല്ല. എല്ലാം നമ്മുടെ ആപ്തവാക്യം തന്നെ കേട്ടിട്ടുണ്ടല്ലോ, മാതാപിതാ ഗുരു ദൈവം എന്നാണ്. മാതാവ്, പിന്നെ പിതാവ്, ഗുരു, ദൈവം, അങ്ങനെയാണ്. ഒരു കുഞ്ഞാദ്യമായിട്ട് പറയുമ്പോ തുടങ്ങുന്ന എന്തെന്ന്, അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നത് ഒന്നാമതായിട്ട്. എന്താണ് ആ കുഞ്ഞ് അച്ഛ എന്ന് പറയാത്തത്, അല്ലെ അപ്പ എന്നും അല്ലെ പാപ്പ എന്ന് പറയാത്ത? ഇല്ല, അമ്മ എന്നാണ്. ആ ഒരമ്മയുടെ ആ സ്നേഹം, ആ അമ്മയും ഒരു കുഞ്ഞും കൂടെയുള്ള ആ ബന്ധം, എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും അത് ഒരു തൂലികയിൽ കൂടി, ഒരു പേപ്പറിൽ കൂടെ പകർത്താൻ സാധിക്കത്തില്ലെന്ന് തന്നെയാണ് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. അത്രയ്ക്കാണ് അത്. പിന്നീട് മദേഴ്സ് ഡേ കൊണ്ടാടുന്നു എന്ന് പറയുന്നു. ഒരാണ്ടിൽ ഒരു പ്രാവശ്യം ഒരു പുഷ്പം കൊണ്ടുവന്ന് കൊടുത്തത് കൊണ്ടോ ഒരാഹാരത്തിന് കൊണ്ടുപോയതുകൊണ്ട് തീരുന്നില്ല. നമ്മൾ കിളികളെ നോക്കുക, അത് മുട്ടയിടുന്നു, അത് കുഞ്ഞുങ്ങൾ വിരിയുന്നു. ആ തള്ളക്കിളികൾ പോയിട്ട് ആഹാരം കൊണ്ടുവന്ന് കുഞ്ഞിന്റെ വായിൽ വെച്ച് കൊടുക്കുന്നു, അതിന് പറക്ക പറ്റുന്നവർക്ക്. തിരിച്ച് സംഭവിക്കുന്നില്ലല്ലോ. അച്ഛൻകിളി വരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പറയുന്നത് ഇങ്ങനെ അമ്മക്കിളിയാണ് ചെയ്യുന്നത് ഭർത്താവിനോട്. എനിക്കൊരാഗ്രഹമുണ്ട്, അതും കൂടി ചെയ്തു തന്നാൽ ഞാൻ സന്തോഷവതിയാണ്. അപ്പം ഭർത്താവ് ഓർത്ത് എന്നാൽ അതും കൂടെ അങ്ങ് ചെയ്തു കൊടുത്തേക്കാം. എന്തുവാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങളുടെ അമ്മയുടെ ചങ്കെടുത്ത് എനിക്ക് കൊണ്ടുത്തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവ് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ആ ചങ്കെടുക്കാൻ പോയി. അമ്മയെ കൊന്നിട്ട് എങ്ങനെയോ ചങ്കെടുത്ത്, ചങ്കെന്ന് പറയുന്നത് ഹാർട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. അപ്പൂപ്പൻ എന്നോട് പറഞ്ഞ ചങ്കെന്ന. അതും കൊണ്ട് വരുന്ന വഴി ഒരു ചെറിയ കല്ലിൽ തട്ടി അദ്ദേഹം വീണപ്പോ ആ ചങ്ക് തെറിച്ച് ദൂരത്തേക്ക് വീണു. അത് അവിടെ കിടന്നുകൊണ്ട് ചോദിച്ചത്, മകനെ നിനക്ക് വല്ലതും പറ്റിയോ എന്നാണ്. അമ്മയെ കൊന്ന ചങ്കും കൊണ്ടുപോയതിലും ആ അമ്മയ്ക്കൊരു റിഗ്രറ്റ്സും ഇല്ല, സങ്കടവും ഇല്ലായിരുന്നു. എൻ്റെ മകന് വല്ലതും പറ്റിയോ എന്നുള്ളതാണ്. അതാണ് ഒരു അമ്മയുടെ ഫീലിങ്സ്. അതിൽ നിന്നൊക്കെ എഴുത്തുകാരും ശാസ്ത്രജ്ഞരും സാഹിത്യകാരന്മാരുമായിട്ടൊക്കെ നിങ്ങൾക്ക് അനുമാനിക്കാം ഒരു അമ്മയുടെ വികാരം എന്താണ്, ഒരമ്മയുടെ
അനുഭവം എന്തുവാണ്, അമ്മയുടെ വാക്ക് എന്തുവാണെന്നൊക്കെ. അതിന് വില കൽപ്പിക്കത്തക്കതായിട്ട് ഒന്നുമില്ല. ഞാൻ 38 വർഷം ഇവിടെ നൈറ്റ് ഡ്യൂട്ടി ചെയ്തു. 11 PM to 7 AM. മാസത്തിൽ ഒരു ഓഫ് പോലും ഞാൻ എടുക്കുമായിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നില്ല. ക്ഷമിക്കണം, കോൾഡുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ 18 പിന്നെ 16 ഒക്കെ മണിക്കൂർ ജോലി ചെയ്യും. 11 PM to 7 AM ആയിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ബെൻഡാബില്. 7 AM ചാർജ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ബാത്റൂമിൽ പോയി മുഖം കഴുകി ഇച്ചിരി പൗഡറും ഇട്ടിട്ട് ആ ടണലിൽ കൂടെ നടന്ന് മെതോഡിസ്റ്റിൽ 7 AM to 7 PM 3 PM ജോലി ചെയ്യാൻ പോകുമായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ആ കിട്ടുന്നത് കൊണ്ട് വീട്ടിൽ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാമായിരുന്നു. ഞാൻ വിചാരിച്ചു, എൻ്റെ മക്കൾ ലോൺ എടുക്കരുത്, അവരുടെ പുറത്ത് കടമുണ്ടാകരുത്. ചില സമയങ്ങളിൽ 4 കാറിന്റെ ഇൻഷുറൻസ്, 4 പേരുടെ ഫീസ്, വീടിന്റെ മോർട്ട്ഗേജ്. ഞാൻ ചെറുന്ന് ചിന്തിക്കും, എങ്ങനെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, എങ്ങനെ ഇതെല്ലാം സാധിച്ചു? ഇതെല്ലാം ദൈവകാരുണ്യമാണ്. പിന്നെ എൻ്റെ മക്കളും വളരെ നല്ലവരായിരുന്നു. ഇതൊന്നും എൻ്റെ ശക്തിയോ ഞാനോ ഉണ്ടാക്കിയതെന്നല്ല. ഇവിടെ എല്ലാവരും പറയും പൊന്നിച്ചേച്ചി അല്ലതൊന്നും, ആ ദൈവകാരുണ്യം. പിന്നെ അമ്മയുടെ ഒരു കടമ, ആ അമ്മയുടെ സ്നേഹം ഓർത്താൽ എനിക്ക് കരയാൻ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ശേഷിച്ചിട്ടുള്ളൂ. അത് ഐ എം ഹാപ്പി. അറ്റ്ലീസ്റ്റ് എൻ്റെ മക്കളെല്ലാവരും ഇന്ന് ദേ ആർ ഓൾ വെൽ ഓഫ്. എഡ്യൂക്കേഷൻ വഴിയാണേലും മരുമകളെ ഞാൻ കൊണ്ടുവന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏത് നിലയിലുള്ള മരുമകളെയാണ് ഞാൻ അന്വേഷിക്കാൻ പോയതെന്നും കൊണ്ടുവന്നതെന്നും. എല്ലാവരും ഡോക്ടറെയും എഞ്ചിനീയറെയും ഒക്കെ അന്വേഷിച്ച് പോയപ്പോഴേ ഫീസ് കൊടുക്കാൻ നിർവാഹമില്ലാത്ത ഒരു പെൺകുട്ടി, അതിനെ കൊണ്ടുവന്ന് അതിന് വേണ്ടുന്നത് ചെയ്യുക. നോ ദേ ആർ വെൽ ഓഫ്. അവർക്ക് 2 ആൺകുട്ടികളുമുണ്ട്. ഇതാണ് എൻ്റെ കൊച്ചുമക്കൾ 2 പേരും, ജസ്റ്റിനും മിത്രനും ഞാനും കൂടി കഴിഞ്ഞ മാസം നിൽക്കുന്ന ഫോട്ടോയാണ്. കണ്ടല്ലേ എല്ലാവരും? അതെ, ഇത്രയൊക്കെ. പിന്നെ എൻ്റെ ആൺമക്കൾ 3 പേരാണ്. എനിക്ക് 3 ആൺമക്കള്. ഇത് ഞാനും അവരും കൂടെ. ഇത് 10 വർഷം മുമ്പുള്ളതാണ്. രാജിയും ബോബിയും ബേബിയും എന്നാണ് അവരുടെ പേര്. ഒരല്പം കൂടെ സെന്ററിലേക്ക് മാറ്റി പിടിച്ചേക്കാണോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, എടുത്തോ. അപ്പൊ ഞാൻ എന്നും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജോലി ചെയ്തിട്ട് വരുമ്പോ പറയും, ഇവിടെ ഞാൻ എന്റെ ബെഡ്റൂമിൽ കിടക്കും. അന്നേരം അവർ ഇവിടെ നിന്ന് വർത്താനൊക്കെ പറയും. ഞാൻ പറഞ്ഞു, എല്ലാവരും ഇന്നും ഞാൻ അച്ഛനില്ലാത്ത ഒരു കുട്ടിയോട് ആ അമ്പലത്തിന്റെ നടയിൽ പറഞ്ഞു കൊടുത്തത്, നിന്റെ അമ്മ നേഴ്സാണ്, അമ്മയുടെ കയ്യിൽ ഒരു മാനും ഭാര്യ ഇരിപ്പൊന്നുമില്ല, അതുകൊണ്ട് നീ സ്കൂളിൽ പോയി പഠിക്കണം, മനസ്സിലായില്ലയോ? നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നിന്നെക്കൊണ്ട് നീ പഠിച്ച് നിന്റെ ആങ്ങളെയും പോറ്റണം, അമ്മയും നോക്കണം. ഇതാണ് നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അല്ലാതെ മില്യൻസ് ഉണ്ടാക്കി ബാങ്കിൽ വെച്ചു, എക്സ്പെൻസീവ് കാർ മേടിച്ചു കൊടുത്തു അല്ല. അവര് പഠിക്കണം അവരെന്താണെന്നുള്ളത്. അവരെ കൊണ്ട് തന്നെ പിന്നെ എഡ്യൂക്കേഷൻ കൊടുക്കുക. എഡ്യൂക്കേഷൻ അന്ന് എനിക്ക് ആ NRG സ്റ്റേഡിയത്തിന്റെ ടോപ്പ് പോഡിയത്തിലാണ് എനിക്ക് അഭിമാനിക്കാൻ സാധിക്കും. ഇന്ന് ഹിന്ദു സമുദായത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഒരു സ്ത്രീക്ക് അമേരിക്കയിൽ ആദ്യം കിട്ടിയ ഒരു പേപ്പർ ആയിരിക്കും. അത് വാങ്ങിച്ചിട്ട് വൈസ് ചാൻസലർ എന്നോട് ചോദിച്ചു, മിസ് പിള്ള യു ഹാവ് ടു സേ എനിത്തിങ് എന്ന്. അൺഎക്സ്പെക്ടഡ്ലി ആയിരുന്നു. വാട്ട് ഈസ് ദ പ്രൊസീജിയർ ഗോയിങ് ഓൺ ദയർ? എനിക്ക് എന്തെങ്കിലും പറയണം, ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞത് എഡ്യൂക്കേഷനെ അടിസ്ഥാനമാക്കി, ദാറ്റ് ഈസ് ദ ഓൺലി വൺ തിങ് വൺ ക്യാൻ കം അപ്പ്. മനസ്സിലായില്ലേ? ഈവൻ ഇഫ് യു ആർ സ്റ്റാർവിംഗ്, tighten your belt, go to school and study and get education. നമുക്ക് മനുഷ്യനെ ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാം, അതുകൊണ്ടായില്ലല്ലോ. അപ്പോൾ മക്കൾക്ക് നമുക്ക് കൊടുക്കാനുള്ള അഡ്വൈസും മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളതും നല്ല മാതിരി ജീവിക്കുക, സത്കർമ്മങ്ങൾ ചെയ്യുക, ദൈവത്തെ ധ്യാനിക്കുക, എഡ്യൂക്കേഷനും കൊടുക്കുക. ഇതൊക്കെയാണ് ഞാനൊരു മദർ എന്ന നിലയിൽ. നാളൊരു ദിവസം എൻ്റെ 3 മക്കളും കൊണ്ട് ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു, എമംഗ് ദംസെൽഫ് ഇൻ ദിസ് ഹൗസ് 11 ഡിഗ്രി ഉണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്ന് ഹ്യൂസ്റ്റണിൽ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനുള്ള ഹിന്ദു ഫാമിലി അവരാണെന്ന്. ഇപ്പൊ എൻ്റെ മൂത്ത മകൻ 53 വയസ്സുണ്ട്, MBA ഉണ്ട്, എന്നാലും അവൻ CPIക്ക് പഠിക്കുക. ദിസ് ഇയർ ഐ വാസ് സോ പ്രൗഡ് ഓഫ് ഹിം. കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ എൻ്റെ ടാക്സ് അവനാണ് ചെയ്തുകൊണ്ട് ഇവിടെ വന്നത്. എനിക്ക് അവന് ഫീസ് കൊടുക്കണ്ട, എന്നാലും 100ന്റെ 2 നോട്ട് എടുത്ത് അവന്റെ ഉത്സാഹത്തിന് വേണ്ടിയിട്ട് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് തലയിൽ ഞാൻ കൈവച്ച് അനുഗ്രഹിച്ചു. 53ാമത്തെ വയസ്സിലും അവൻ CPIക്ക് പഠിക്കുകയാണ്. ഇതാണ് ഞാൻ എൻ്റെ മക്കൾക്കും എൻ്റെ മക്കളോടും. അങ്ങനെ ഓരോ അമ്മമാരും ഇതൊക്കെ ഉപദേശങ്ങളെ എനിക്ക് അമ്മമാരോട് പറയാനുള്ളൂ, മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാനും ഉള്ളൂ.
ഞാൻ 37 വർഷം ഇവിടെ താമസിച്ചു. ഞാൻ സത്യം ചെയ്ത് പറയാം, ഞാൻ ഒരു അന്യ വീട്ടിൽ പോയിട്ടില്ല 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ. ഐ ഹാവ് നോ ടൈം. ഈ ടേബിൾ മുറുക്കത്തുണ്ട്, ഇതെല്ലാം ഇരിക്കുന്നത് ഭാഗവതവും ഭഗവത്ഗീതയും നാരായണീയവും ഒക്കെയാണ്. അങ്ങനെയൊക്കെ വായിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ ജീവിതം ഒരമ്മയെന്ന നിലയിൽ. മറ്റമ്മമാരോടും എനിക്കിതാണുള്ളത് പറയാനുള്ളത്. അപ്പൊ എനിക്ക് ഇന്നിവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ പോലൊക്കെ ഒരുപാട് സഹോദരന്മാർ ഹൂസ്റ്റണിലുണ്ട്. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോകുന്ന, സാധാരണ ഞാൻ ശനിയാഴ്ച പോകാറില്ല. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയി. എന്തിനാണ് ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയത്? ഇന്നലെ രാത്രി 9:30 മണിക്ക് ഞാൻ ഭാഗവത ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒരു സഹോദരൻ വിളിച്ചു. വേറെ ആരുമല്ല, ന്യൂ ഇന്ത്യയുടെ പഴയ ഓണർ മിസ്റ്റർ മാത്യൂസ് എന്നോട് വിളിച്ചു വെച്ച് പറഞ്ഞു, പൊന്നു ചേച്ചി അസുഖമാണെന്ന് കേട്ടു, നാളെ അമ്പലത്തിൽ വരണേ, ഇത് എൻ്റെ വകയായിട്ടാണ് അന്നദാനമെന്ന്. ഞാൻ പറഞ്ഞു, മാത്യു പറഞ്ഞ ആ വാക്കിന്റെ വിലയുണ്ട്, ഞാനും അമ്പലത്തിൽ വരുന്നുണ്ട്. രാവിലെ ഞാൻ എണീറ്റു. 9 മണിക്ക് എൻ്റെ കുളിയും ജപവും ഒക്കെ കഴിഞ്ഞു. അമ്പലത്തിൽ പോയി. മാത്യു അവിടെ വന്നു. ഞങ്ങൾ അടുത്തിരുന്നു, ആഹാരം കഴിച്ചു. അന്നേരം മാത്യു എന്നോട് പറഞ്ഞു, അമ്പലം ഉണ്ടായപ്പോൾ അദ്ദേഹം ന്യൂ ഇന്ത്യയുടെ മാനേജർ ആയിരുന്നു. അന്ന് അദ്ദേഹം ചെയ്ത ഒരു വാഗ്ദാനമാണ് അമ്പലത്തോട്, അമ്പലത്തിന്റെ ആനിവേഴ്സറി ദിവസം വരുമ്പം അന്നദാനം കൊടുക്കുമെന്നുള്ളത്. അത് പിന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മരിച്ചാലും അദ്ദേഹത്തിന്റെ മകനോട് അത് പറഞ്ഞിട്ടുണ്ട് ചെയ്യണമെന്ന്. സീറോ മലബാർ ചർച്ചിൽ പോകുന്ന ഒരാളാണ്. ഗുരുവായൂരമ്പലത്തിൽ വന്നിട്ട് ഇന്ന് അന്നദാനം. അപ്പൊ അത് അദ്ദേഹത്തോടുള്ള ആ റെസ്പെക്റ്റിന്റെ പേരിൽ ഞാനും ഇന്ന് പോയിരുന്നു. അങ്ങനെ ഈ ഹൂസ്റ്റണില് എനിക്ക് മറക്കപ്പെടാൻ മേലാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. എപ്പോഴും ഞാൻ പേര് പറയുന്നതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, പ്രിയപ്പെട്ട എൻ്റെ എല്ലാവരും. ഇതൊക്കെയാണ് ഒരു മതേർന്ന നിലയില് എനിക്ക് പറയുവാനുള്ളതും. പിന്നെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ പോരുന്നതാണ്. പിന്നെ ഒരു കാര്യം ഉണ്ടായി, 17 വയസ്സ് തികയുമ്പോഴാണ് ഞാൻ നേഴ്സിംഗ് തൊഴിലായിട്ട് സ്വീകരിച്ചു കൊണ്ടുപോരുന്നത്. പാറ്റ്നയിൽ 4 വർഷം പഠിച്ചു, ഡൽഹിയിൽ 4-5 വർഷം ജോലി ചെയ്തു. 73 ജാനുവരി വന്നു. ഇന്ന് ജാനുവരിയിൽ 73 ന്യൂയോർക്ക് വന്നു. അവിടെ ഞാൻ 11 PM to 7 AM ആണ് ജോലി ചെയ്ത കാര്യം. അന്ന് വരുമ്പം 2 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഇന്ന് വരത്തെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരാളിൽ നിന്നൊരു അസൈൻമെന്റ് ഞാൻ സ്വീകരിക്കുകയോ ഒരു ദിവസമെങ്കിലും ഞാൻ എൻ്റെ ജോലിയിൽ പിന്നെ ലേറ്റ് ആകുകയോ ചെയ്തിട്ടില്ല. ബെൻഡാവിലെ ഡയറക്ടർ അത് എപ്പോഴും മാനേജേഴ്സ് മീറ്റിംഗ് പറയുമായിരുന്നു, ലുക്ക് അറ്റ് പിള്ളേ, ഇഫ് ഷീ ക്യാൻ ഡു യു ക്യാൻ ഡു. മഴയായാലും മഞ്ഞായാലും പിള്ളേരുമായിട്ട് വഴക്കിട്ടാലും ഭർത്താവുമായിട്ട് വഴക്കിട്ടാലും 10:45 ആകുമ്പോൾ ഞാൻ പഞ്ച് ചെയ്യും. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കൃത്യനിഷ്ഠയും സത്യസന്ധതയും ഇല്ലാത്ത ജീവിതം ഫെയിലിയറാണ്. ഇതൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. 10 വയസ്സാകുമ്പോൾ തൊട്ട് എൻ്റെ മക്കൾ തന്നെ അവരുടെ തുണി അടുത്ത ആഴ്ചത്തേക്കുള്ളത് 5 ദിവസത്തേക്കുള്ളത് സെറ്റ് ചെയ്ത് വയ്ക്കുമായിരുന്നു. അവരുടെ ഷൂസ് പോളിഷ് ചെയ്ത് വയ്ക്കുമായിരുന്നു. ഇതൊക്കെ നമ്മൾ അമ്മയെന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാ അമ്മമാരും ഇതുപോലൊക്കെ ചെയ്യണമെന്നില്ല. എൻ്റെ കാര്യം ഞാൻ പറയുകയാണ്. അപ്പൊ ജോർജ് സാറും എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ചെയ്തത് എന്തൊക്കെയാണെന്നൊന്ന് പറയണം. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊന്നും എൻ്റെ പ്രാഗൽഭ്യമോ ഞാനെന്നൊരു വ്യക്തിയുമില്ല, എൻ്റെ കഴിവുമില്ല. ആ ദൈവമെന്ന പരാശക്തിയാണ്. മനസ്സിലായില്ലേ? അതിനെ നമ്മൾ ഏത് രൂപത്തിൽ വിളിക്കുന്നു ആ രൂപത്തിൽ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. കൃഷ്ണനായിട്ട് വിളിച്ചോ, ജീസസ് ആയിട്ട് വിളിച്ചോ, മുഹമ്മദായിട്ട് വിളിച്ചോ, ആ ഒരു ശക്തിയുണ്ട്. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നന്മയിലേക്ക് അവരെ നയിക്കുക. അങ്ങനെയായ ലോകം. ഇന്ന് രാവിലെ ഞാൻ കേട്ട കഥ ഏഷ്യാനെറ്റിൽ. എനിക്ക് മഹാത്മാക്കളുടെ ജീവചരിത്രം കേൾക്കുന്നതും വായിക്കുന്നതുമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 10 മൂവി കണ്ടു കാണത്തില്ല ജീവിതത്തിൽ. ഒന്ന് മഹാത്മാഗാന്ധിയെ, ഒന്ന് ടൈറ്റാനിക്, ഇങ്ങനെ ഫേമസ് ആയുള്ള. അല്ലാതെ ഈ ഓടി നടക്കുന്ന മരത്തിന്റെ കൂടെയൊക്കെ കീഴിലൊക്കെ ഓടി നടക്കുന്ന അതൊന്നും എനിക്ക് കാണാൻ താല്പര്യമില്ല, ഞാൻ പോകാറുമില്ല. അങ്ങനെയൊക്കെയാണ്. സമയം എന്തിനാണ് നമ്മൾ വെറുതെ, അവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഥ എഴുതുന്നു, മൂവി ഉണ്ടാക്കുന്നു. നമ്മുടെ സമയം ചെലവാക്കി പൈസയും ചെലവാക്കി നമ്മൾ അവിടെ പോയിരുന്നു. ആ സമയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 4 അക്ഷരം അവർ 7 വയസ്സ്, ഒരു 5-6 വയസ്സായപ്പോൾ തൊട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ഭഗവത്ഗീത ഞാൻ മലയാളത്തിൽ വായിച്ചു കൊടുക്കും, അവരെ ഇംഗ്ലീഷ് വായിക്കും. പക്ഷെ 3 പേരും ഒരുപോലൊക്കെയല്ല. നടുവത്തെ ഒരു മകനുണ്ട്, വളരെ റിബൽ സ്വഭാവമാണ്. എന്നാലും ബോബി അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. 6 അടി 5 ഉയരമുണ്ട്. തേണ്ടി നിൽക്കുന്നത് ഇതാണ് ബോബിയെ. പിന്നെ അന്നേരത്തെ അമ്പലത്തിൽ പോകാൻ വിളിക്കുമ്പോഴെന്നോട് പറയും, എന്തിനാണ് അമ്പലത്തിൽ വരുന്നത്? എനിക്ക് ഒരിക്കലും എന്നോട് ചോദിക്കുകയാണ്, വൈ കാൻഡ് ഐ ഡു മൈ പ്രയർ ഇൻ മൈ ഹൗസ്? അമ്പലത്തിൽ അപ്പോഴും ബ്രാഹ്മണര് നമ്മൾ ഇവിടെ ഇരുന്ന് ഫാഷനബിൾ അടിവസ്ത്രമൊന്നും ധരിക്കാറില്ല. മുണ്ടിന് അവർക്ക് ഒരു കാലത്തെ പഴയ കാര്യങ്ങളൊക്കെയാ ധരിക്കുന്നത്. പയ്യനായിരുന്നു 5-8 വയസ്സുള്ള അവൻ എങ്ങനെയോ അത് മനസ്സിലാക്കി. ഒരു ദിവസം ബോബി എന്നോട് ചോദിക്കുകയാണ്,
that uncle not wearing his underwear when he is doing his prayer? Why can't I do my prayer in my house with my underwear? അതുപോലെ കാണും ചെറുപ്പത്തിലെ അവന് അങ്ങനെയുള്ള ഒരു ഞാൻ എൻ്റെ മറ്റേ മക്കളോട് പറയും, ഞാനല്ലാതെ വേറെ ഏതൊരു അമ്മയായിരുന്നു എങ്കിലും ബോബി ആ വളരുന്ന പ്രായത്തിൽ ഈ വീട് വിട്ടിട്ട് പോകുമായിരുന്നു. കാര്യം അവൻ അത്ര തൻ്റെ സ്വാതന്ത്ര്യം, ജനിച്ചതേ അങ്ങനെ ഒരു റിബൽ. 10 വർഷം ഒരു അമേരിക്കൻ പെണ്ണിനെ ഡേറ്റ് ചെയ്തു. 10ാമത്തെ വർഷം പെണ്ണെന്നോട് വിളിച്ച് പറഞ്ഞു, മിസ് പിള്ളെ, Bobby don't like family life. He told me his life is not for sitting and changing the diaper and all. He don't like that. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, നീ ഇപ്പം 10 വർഷം കഴിഞ്ഞാണല്ലോ അവനെ മനസ്സിലാക്കിയത്. അവൻ ജനിച്ചപ്പോഴേ ഞാനിത് മനസ്സിലാക്കിയതാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ മക്കൾ 3 പേരുണ്ടെങ്കിലും 3 വിധത്തിലായിരുന്നു സ്വഭാവം. 32 വയസ്സായപ്പോ അവൻ 5 ഡിഗ്രി എടുത്തു. അന്നേരം എന്നോട് പറഞ്ഞു ഒരു ദിവസം, ഞാൻ പറഞ്ഞു, ബോബി, നൗ യു മേ ലുക്ക് ഫോർ എ നായർ ഗേൾ സംവെയർ, ഇറ്റ് ഈസ് ടൈം ഫോർ ഇറ്റ്. അവൻ എത്ര ദേഷ്യം വന്ന് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ആ കുഞ്ഞെന്നോട് അന്ന് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, when my body wanted a girl's company in my teens and 20s, you were a watchdog. You didn't allow me to talk to any girls. You didn't allow me to any girl to come to this house. ബിക്കോസ് ശരിയാണ്, ഞാൻ ഫോൺ എടുത്തോണ്ട് ഞാൻ പോയിട്ടുള്ള സമയമുണ്ട്. 11 PM ജോലി ചെയ്യുമ്പം കാര്യം ഫോണിൽ. അന്നേരം അവൻ പറഞ്ഞ്, ഞാൻ പറയാ പിന്നീട്, നൗ യു ടെല്ലിങ് ബോബി മോനെ ഫൈൻഡ് എ ഡയർ ഗേൾ. ഫ്രം വേർ ഐ ആം ഗോയിങ് ടു ഫൈൻഡ് എ ഗേൾ. ഇപ്പൊ 46 വയസ്സുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല. ഇനി അവൻ കാണാനുള്ളത് ലോകത്തിലെ പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ. ബാക്കി ലോകം മുഴുക്കെ അവൻ കണ്ടു. അവന്റെ ലൈഫ് അതാണ്. അവൻ മണി മേക്കിംഗ്, ഹീസ് നോട്ട് ട്രബിളിങ് എനിബഡി. അവന് വേണ്ടുന്ന കാറ്. അപ്പൊ നമ്മള്, എന്റെ വിശ്വാസത്തിൽ ഒരു 50% സ്വഭാവ ഗുണത്തോടു കൂടി നമ്മളിൽ മുജ്ജന്മം, ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന മുജ്ജന്മ കർമ്മഫലം, അതോടുകൂടി നമ്മൾ ജനിക്കുന്നു. ബാക്കി ഏകദേശം കുറെയൊക്കെ സത്യസന്ധത, കൃത്യനിഷ്ഠത, ഈശ്വര വിചാരം, സ്നേഹം, ഇതൊക്കെ നമ്മൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നും നമ്മുടെ കൂട്ടുകാരിൽ നിന്നും നമ്മുടെ പരിതസ്ഥിതിയിൽ നിന്നുമൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ എനിക്ക് സ്വയം തോന്നിയ, എന്നെ അങ്ങനെ അഡ്വൈസ് ചെയ്യാനൊന്നും ആരുമില്ലായിരുന്നു. ഞാൻ വീട്ടിൽ മൂത്തതായിരുന്നു, 5 സഹോദരങ്ങളിൽ. അമ്മ വീട്ടിൽ ഞങ്ങളൊരു ജോയിന്റ് കുടുംബം, 5 അമ്മാവന്മാര്. അവരൊക്കെ കുറെ പുരയിടമൊക്കെ ഉണ്ട്. രാവിലെ കുറെ ജോലിക്കാരൊക്കെ വരും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ദൈവകൃപയാ ഞാൻ ഹൈസ്കൂൾ വരെ പഠിച്ചു. അത്രയൊക്കെ ഉള്ളൂ. പിന്നീട് ഇങ്ങനെയൊക്കെ എനിക്കറിയാം. ശ്രീമതി പൊന്നുപിള്ള ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന വാക്കുകൾ അമ്മ ദിനത്തിൽ ഏറ്റവും യുക്തമായ രീതിയിൽ ഇവിടെ പറഞ്ഞ് അവതരിപ്പിച്ചു. ഏറ്റവും അധികം നന്ദിയുണ്ട് വിലയേറിയ വാക്കുകൾക്ക്. പിന്നീട് ഇന്ന് മലയാളം സൊസൈറ്റിയുടെ ആരംഭത്തിൽ ആദ്യമായിട്ടാണ് അമ്മ ദിനത്തിൽ മലയാളം സൊസൈറ്റിയുടെ ഒരു ലോഗോ വെച്ച് ഒരു ഗാനം അവതരിപ്പിച്ചത്. ഈ ഗാനരചയിതാവ് നമ്മുടെ മലയാളം സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് പുത്തൻകുരിശ്. ഇന്നലെ അദ്ദേഹം വിളിച്ച് എനിക്ക് ഈ ഗാനത്തിൻ്റെ ഓഡിയോ അയച്ചു തന്നു. അപ്പോൾ ഞാൻ അത് മലയാളം സൊസൈറ്റിയുടെ ലോഗോ വെച്ച് തന്നെ അതിവിടെ ഇന്ന് പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ലോഗോ ഇവിടെ വെച്ചിരുന്നു. അദ്ദേഹം ഓഡിയോ അയച്ചു തന്നിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. അതിനപ്പുറം ഇപ്പോൾ ഇന്നൊരു ഓപ്പൺ ഫോറം മാതിരിയാണ് എന്നാണ് എന്നോട് ജോർജ് പുത്തൻകുരിശ് പറഞ്ഞത്. ശ്രീമതി പൊന്നുപിള്ള ഈ വിഷയം അവതരിപ്പിക്കും. അതിനുശേഷം മദേഴ്സ് ഡേയെ പറ്റി, അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഓരോ വ്യക്തികളും, സന്നിഹിതരായ ഓരോ വ്യക്തികളും 2-3 മിനിറ്റ് സംസാരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയം ദയവായിട്ട് എല്ലാവരും പാലിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അതുമാതിരി തന്നെ ഇന്ന് പലർക്കും ഈ ദിനത്തിൻ്റെ ആഘോഷിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് നാളെയാണെങ്കിൽ പോലും മുൻകൂറായിട്ട് ആഘോഷിക്കാനും പലവിധ കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് 6 മണിക്ക് തന്നെ പരിപാടി തീർക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അത് നമുക്കെല്ലാം സഹകരിച്ച് 6 മണിക്ക് തന്നെ ഇന്ന് സമ്മപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇത് ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അല്ല ആരുടെയും പേര് ഇവിടെ വിളിക്കുന്നത് സംസാരിക്കാനായിട്ട്.
ഒരു റാൻഡം ഓർഡറിൽ മാത്രം വിളിക്കുന്നു. അതേമാതിരി വേറൊന്ന് പറയാനുള്ളത്, ആർക്കെങ്കിലും ഞാൻ റാൻഡം ഓർഡർ വിളിച്ചാൽ പോലും ആർക്കെങ്കിലും അർജൻസി ഉണ്ട്, ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒന്ന് സംസാരിക്കാം കേട്ടോ. ഒന്ന് ആവശ്യപ്പെടുക, ഒന്ന് കൈ പൊക്കുകയോ എങ്ങനെയെങ്കിലും ഓക്കെ, അത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇന്നത്തെ ഈ മദേഴ്സ് ഡേയുടെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങളുടെ അമ്മയുമായിട്ടുള്ള അമ്മമാരുമായിട്ടുള്ള ഇടപെടലിനെ പറ്റി ഒക്കെ ഒന്ന് സംസാരിക്കാൻ, നിങ്ങളുടെ ഓർമ്മകൾ മരിക്കുന്നില്ലല്ലോ പലപ്പോഴും. ഓർമ്മകൾ, ചിലരുടെയൊക്കെ അമ്മമാർ മരണപ്പെട്ടിട്ടുണ്ടാകാം, ചിലർ നിങ്ങളോടൊക്കെ ഉണ്ടാകാം, ചിലരുടെ അമ്മമാർ. അപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ അമ്മയോടുള്ള താല്പര്യം, ലവ്, അഫെക്ഷൻ എല്ലാം ഒന്ന് സംസാരിച്ചാൽ വളരെ ഉചിതമായിരിക്കും. ഞാൻ ആദ്യമായിട്ട് ശ്രീമാൻ MC ചാക്കോയെ വിളിക്കുകയാണ് സംസാരിക്കാൻ. MC ചാക്കോ, ജോൺ ഇളമതയെ പറ്റി ക്ഷണിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ജോൺ ഇളമതി ധാരാളമായിട്ട് ഇവിടെ ഹോം വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ, അതേമാതിരി ഈ നമ്മുടെ ഈ മീറ്റിങ്ങും നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോം വീഡിയോ ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾ ഈ ഹോം വീഡിയോ ഇന്നിവിടെ പ്രദർശിപ്പിച്ചപ്പോൾ നിങ്ങൾ കണ്ടു കാണും. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ എന്നുള്ള വാക്ക് കണ്ടു കാണും. അത് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ദയവായിട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ വീണ്ടും അതായത് ഇതിനെ ഫോർമാറ്റ് ചെയ്ത് കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത്, കൂടുതൽ എനിക്കറിയില്ല കേട്ടോ, ഞാൻ കുറച്ചൊക്കെ ഓക്കെ ഹോം വീഡിയോ ആണല്ലോ, കുറച്ചൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഈ ആഴ്ച തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, ഇൻസ്റ്റഗ്രാം എവിടെയൊക്കെ പോയാലും ഇത് കാണും. അത് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ, ഒരു എൻകറേജ്മെൻറ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് ജോൺ ഇളമതെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഒരു ബ്ലോഗറും കൂടെയാണ്, ബ്ലോഗർ ആൻഡ് വീഡിയോ എഴുത്തുകാരൻ. അങ്ങനെ ഞാനൊന്നും ഇൻട്രഡക്ഷൻ കൂടുതൽ പറയുന്നില്ല കേട്ടോ, ക്ഷമിക്കണം. സെൽഫ് ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. സാർ അൺമ്യൂട്ട് ചെയ്തു. ജോൺ ഇളമത സാർ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ശ്രീമതി പൊന്നുപിള്ളയുടെ മാതൃദിനത്തെ പറ്റിയുള്ള ഹൃദയസ്പർശിയായ പ്രഭാഷണം വളരെയധികം സന്തോഷത്തോടെ കേട്ടു. വളരെ നല്ല പ്രഭാഷണം, നല്ല അമ്മ, വളരെ മാതൃകാപരമായിട്ടുള്ള അമ്മയുടെ ചരിത്രമാണ് പറഞ്ഞത്. അതെല്ലാം വളരെ സന്തോഷം ഉളവാക്കുന്നവയാണ്. 2 മിനിറ്റ് സമയമുള്ളതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ഈ മലയാളം സൊസൈറ്റിയുടെ അമ്മ ദിനം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് ചെറുതായിട്ടൊന്ന് ഒരു കവിത എഴുതി. ഞാനൊരു കവിയല്ല എങ്കിലും ഒരാവേശം കൊണ്ട് എഴുതി പോകുന്നതാണ്. അപ്പം വലിയ കവികൾ ഇവിടെ ഇരിപ്പുണ്ട്, രാജു തോമസിനെ പോലുള്ള. അദ്ദേഹം ഇത് ശ്രദ്ധിച്ചു കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ. എൻ വിരൽ തുമ്പിൽ പിടിച്ചു നടന്നൊരമ്മ. അമ്മ എൻ്റെ വിരൽ തുമ്പിൽ പിടിച്ചതെന്ന് സംശയിക്കേണ്ട, അത് വേറെ തിരിച്ചെഴുതാൻ പറ്റാത്തതുകൊണ്ടാണ്. അമ്മയുടെ വിരൽ തുമ്പിൽ ഞാൻ പിടിച്ച് നടന്നത്. പക്ഷേ കവിതയിൽ ഞാൻ ഇങ്ങനെ എഴുതിയെന്നുള്ളതേ ഉള്ളൂ. അതുപോട്ടെ. എങ്ങോ മറഞ്ഞിട്ടേറെയായി ഇന്നു മനസ്സിൻ്റെ മുനയിൽ തങ്ങി നിൽക്കും ഒരോർമ്മയായി എൻ വിരൽ തുമ്പിൽ പിടിച്ചു നടന്നോരമ്മ. മുറ്റത്ത് അമ്മ നട്ട പിച്ചകമിന്നു പൂവിട്ടു നിൽക്കുന്നു, ചുറ്റും പറക്കുന്നു ചിത്രശലഭങ്ങൾ. എൻ വിരൽ തുമ്പിൽ പിടിച്ചു നടന്നോരമ്മ. അമ്മ വളർത്തിയ പൂവാലി പശുവിന്ന് അമ്മ എന്നു വിളിച്ചമറുന്നു ചിലപ്പോഴൊക്കെ. എൻ വിരൽ തുമ്പിൽ പിടിച്ചു നടന്നോരമ്മ. കോഴികൾ കൊക്കുന്ന കൂട്ടിലമ്മ, മുട്ടകൾ പെറുക്കുമ്പോഴമ്മ കൂട്ടിനെന്നെ വിളിക്കുമൊരമ്മ. എൻ വിരൽ തുമ്പിൽ പിടിച്ചു നടക്കുന്നൊരമ്മ. ഇന്നമ്മയില്ല, പിച്ചകമില്ല, കോഴിയില്ല, എല്ലാം കൈവിട്ടുപോയൊരന്യദേശത്ത് വസിക്കും ഒരു പ്രവാസി. ഞാൻ ദുഃഖത്തോടു കൂടി എഴുതുന്നതാണെന്ന് വിചാരിക്കണ്ട, ഗ്രഹാതുരത്വത്തിൻ്റെ വേദനയിൽ എഴുതുന്നുമല്ല. പക്ഷേ എൻ്റെ ഒരു ബാല്യകാല സ്മരണയായിട്ട് മാത്രം എടുത്താൽ മതി. എല്ലാവർക്കും മാതൃദിനത്തിൻ്റെ എല്ലാ ആശംസകളും, പ്രത്യേകിച്ച് എല്ലാ അമ്മമാർക്കും
പൊന്നപ്പിള്ളയ്ക്കും ഡാലസിലും ടെക്സാസിലും ഒക്കെ ഉള്ളവർക്കും അമേരിക്കയിലുള്ള എല്ലാ അമ്മമാർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സർ, താങ്ക് യു. മനോഹരമായ കവിത. ഓക്കെ, അവസരോചിതമായ കവിത എന്ന് വേണം പറയാൻ. അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ആദ്യമായിട്ട് ഇന്ന് മലയാളം സൊസൈറ്റിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ചിക്കാഗോയിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറിയ, സ്വാഗതം പറഞ്ഞുകൊണ്ട് തന്നെ അവര് ശ്രീമാൻ നാരായണൻ നായർ ആൻഡ് പത്നിയുടെ പേര് അറിയില്ല. വിജി നാരായണൻ. വിജി നാരായണൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ അയൽവക്കാരാട്ടോ ഇവിടെ. താങ്കൾ ലേക്ക് ഒളിമ്പിയ എന്ന് ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ തൊട്ടടുത്ത 3 മിനിറ്റ് ഡ്രൈവ് വീട്ടിലേക്ക്. ഓക്കെ, ഞാന് ഈ സിയന്ന പ്ലാന്റേഷനിലെ അവിടെ ആ എൻട്രൻസിലാണ്. ഞങ്ങളും സിഎൻഎ. ഓ, സിയന്ന. അപ്പൊ ഒന്നുകൂടി അടുത്ത വാട്ടർഫോർഡ് സെക്ഷൻ സിയന്നയില് അവിടെയാണ് താമസം. ഓക്കെ ഓക്കെ, ആൽഡിയുടെ ഒക്കെ അടുത്തായിട്ട് വരും. ഓക്കെ ഓക്കെ, താങ്കൾ ഓക്കെ, അമ്മ ദിനത്തിന്റെ പ്രാധാന്യം, അനുഭവം ശ്രീമാൻ നാരായണൻ നായർ സാർ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാതൃദിനത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി പറയുവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൂടിയിരിക്കുന്നു. അതിൽ ശ്രീമതി പൊന്നപ്പിള്ളയുടെ പ്രഭാഷണം വളരെ ശ്രദ്ധേയമായിരുന്നു. അമ്മയെക്കുറിച്ചും അമ്മയായ അവരെക്കുറിച്ചും പറഞ്ഞ വാക്കുകൾ വളരെ ഹൃദയസ്പർശിയായിരുന്നു. വളരെ വളരെ നന്നായിരുന്നു. ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു. ഇനി അമ്മമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, അമ്മമാരെന്ന് പറയാൻ കാരണമുണ്ട്. ഞാൻ ജനിക്കപ്പോൾ തന്നെ എനിക്ക് 2 അമ്മമാരുണ്ടായിരുന്നു. എൻ്റെ പെറ്റമ്മയും അമ്മയുടെ സ്വന്തം ചേച്ചി ഞങ്ങളുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. അവർ പ്രത്യേകം മാറി താമസിച്ചില്ല, അവർ വിവാഹം കഴിച്ചിരുന്നില്ല. അപ്പം എന്നെ അമ്മ പെറ്റെങ്കിലും ഒരു 10-12 വയസ്സ് വരെയെങ്കിലും എൻ്റെ പേരമ്മയെന്ന്, ഞങ്ങൾ വല്യമ്മയെ പേരമ്മയെന്നാണ് വിളിച്ചിരുന്നത്. പേരമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. കുളിപ്പിക്കാനും വെളുപ്പാങ്കാലത്ത് കാപ്പിയോ ചായയോ ഉണ്ടാക്കി തന്ന് എൻ്റെ കൂടെ ഇരുന്ന് പഠിപ്പിക്കാനും, പള്ളിക്കൂടത്തിലും സ്കൂളിലും ഒക്കെ പോകാൻ ഡ്രസ്സ് ചെയ്യിപ്പിക്കാനും ഒക്കെ പേരമ്മ എപ്പോഴും ഉണ്ടായിരുന്നു. അമ്മ ഒരു 60% എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും. പേരമ്മ ബാക്കി 40% ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിനും വഴക്കടിക്കുമ്പോൾ അമ്മയുടെ അച്ഛനും അമ്മയും അമ്മാവനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ താമസിക്കുക. ഏതാണ്ട് ചെറിയ കൂട്ടുകുടുംബം പോലെ താമസിച്ചിരുന്ന ഒരു വീടാണ്. അപ്പോൾ ആരെങ്കിലും പിടിച്ച് വഴക്ക് പറയുകയോ അടിക്കാനായിട്ട് ഓടിച്ച് പിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു അമ്മയുടെ പുറകിൽ നിന്ന് പുറകിലേക്ക് ഓടിച്ചെന്ന് ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമായിരുന്നു. അതാണ് എൻ്റെ ഓർമ്മ. അതിങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് വേറെ 2 അമ്മമാരെ കൂടെ കിട്ടി. എൻ്റെ ഭാര്യയുടെ അമ്മയും ആ അമ്മയുടെ ചേച്ചി, ഞങ്ങൾ കുഞ്ഞമ്മയെന്ന് വിളിച്ചിരുന്ന വേറൊരു അമ്മയും. അവർ ഡോക്ടറായിരുന്നു, അവർ കല്യാണം കഴിച്ചിരുന്നില്ല. അങ്ങനെ 4 അമ്മമാരുണ്ടായിരുന്നു എനിക്ക് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ അമ്മമാരെ ഓരോരുത്തരെയായി എല്ലാവരെയും എല്ലായ്പ്പോഴും ഓർക്കുന്നുവെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ അമ്മയെ എല്ലാ ദിവസവും ഞാൻ ഓർക്കുന്നു, പെറ്റമ്മയെയും വല്യമ്മയെയും കൂടാതെ. മറ്റേ അമ്മമാരെ കുറിച്ച് ഞങ്ങൾ മിക്കപ്പാറും ഒരു മാസത്തിൽ ഒരു 5-6 തവണയെങ്കിലും ഞാനും വിജയും കൂടി ഡിസ്കസ് ചെയ്യാറുണ്ട് ഇതിനെക്കുറിച്ച്, എന്തൊക്കെയായിരുന്നു എന്നുള്ള വിവരം. പലതും സന്തോഷകരമായ ഓർമ്മകളാണ്. പിന്നെ ഈ തരുണത്തിൽ ഞാൻ വയലാർ അമ്മ എന്ന് പറഞ്ഞ ഒരു കവിത എഴുതിയത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ചിത്രം ചായം എന്ന് പറയുന്ന ചിത്രത്തിൽ സംഗീതം ജി ദേവരാജൻ നൽകി ഗായകർ ഐരൂർ സദാശിവൻ എന്ന് പറയുന്ന പാട്ടുകാരനാണ് പാടിയത്. കവിത ഞാൻ വായിക്കാം. എനിക്ക് വളരെ ആസ്വാദികരമായിട്ട് തോന്നിയ ഒരു കവിതയാണ്. അമ്മേ അമ്മേ അവിടുത്തെ മുമ്പിൽ ഞാൻ ആര്, ദൈവമാര്. ആദിയിൽ മാനവും ഭൂമിയും തീർത്തത് ദൈവമായിരിക്കാം. 6-ാം നാളിൽ മനുഷ്യനെ തീർത്തതും ദൈവമായിരിക്കാം. ആ ദൈവത്തെ പെറ്റ് ഊട്ടി വളർത്തിയ അമ്മയല്ലോ അമ്മ. ആ ദൈവത്തെ മുലപ്പാൽ ഊട്ടിയത് അമ്മയല്ലോ അമ്മ. അമ്മേ അമ്മേ. ദൈവവും നമ്മളും അവരുടെ ഏകാന്തദാഹമായിരുന്നില്ലേ? ദൈവവും നമ്മളും അവരുടെ ഏകാന്തദാഹമായിരുന്നില്ലേ? രക്തക്കുഴലുകളിലൂടെ അസ്ഥിത്തളിരുകളിലൂടെ മക്കളുടെ മനസ്സിലേക്ക് ഒഴുകി വന്ന അമ്മയുടെ ശൈശവ സ്വർഗങ്ങളിൽ നമ്മൾ മൺപാവകളായിരുന്നു.
കാലവും നമ്മളും അവരുടെ സന്ദേശകാവ്യമായിരുന്നില്ലേ? പൊക്കിൾക്കൊടിയിലൂടെ പുഷ്പച്ചെടിയിലൂടെ മക്കളുടെ ഞരമ്പിലേക്ക് ഒഴുകി വന്നു. അമ്മയുടെ യൗവന സ്വപ്നങ്ങളിൽ നമ്മൾ അവരുടെ ബ്രഹ്മാനന്ദമായിരുന്നു. അമ്മേ അമ്മേ, അവിടുത്തെ മുമ്പിൽ ഞാനാര്, ദൈവമാര്? അമ്മേ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ സമാഹരിക്കുന്നു. നന്ദി. താങ്ക് യു സർ. വളരെ മനോഹരമായ ഒരു സിനിമാ ഗാനം ഞാൻ ഓർക്കുന്നു. ഇതിൻ്റെ രചയിതാവ് മൺമറഞ്ഞ അയിരൂർ സദാശിവൻ, മൺമറഞ്ഞു പോയി അദ്ദേഹം ഇരിക്കുന്നത്. സാറ് എല്ലാവരും അറിവിലേക്ക്, സാറ് നാട്ടിലെവിടെയാണ്? നാട്ടിൽ മ്യൂട്ടഡ് ആണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട്. മ്യൂട്ടഡ്. എൻ്റെ ഒറിജിനൽ സ്ഥലം ആലപ്പുഴ പറവൂർ എന്ന് പറയുന്ന ഗ്രാമം പുന്നപ്ര വില്ലേജ് ആണ്. പുന്നപ്ര വയലാറെന്ന് കേട്ടിട്ടുണ്ടാവും. ഓ, പ്രസിദ്ധം. അതിൽ പുന്നപ്രയിലാണ് എൻ്റെ വീട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് സഹധർമ്മിണിയിലേക്ക് പോകാം. നമുക്ക് ജിജി, അങ്ങനെയല്ലേ പേര് പറഞ്ഞേ? വിജി. ഓക്കെ, സോറി കേട്ടോ, വിജി. അപ്പോൾ നിങ്ങൾ അടുത്തായിരിക്കുമല്ലോ വീട്? മാവേലിക്കര. ഓ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് തന്നെ രണ്ടും. മാവേലിക്കര ഇപ്പൊ കൊല്ലത്താണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ മാവേലിക്കര കൊല്ലം അല്ല, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് തന്നെ. ആലപ്പുഴ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 34 മൈല് സൗത്തിലേക്ക് പോകണം. അത് 34 കിലോമീറ്റർ സൗത്തിലേക്ക്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ചുമ്മാ പുതിയ ആൾക്കാരെ ഞങ്ങൾ ഒന്ന് പരിചയപ്പെടുമല്ലോ വല്ലപ്പോഴും. ഓക്കെ, താങ്ക് യു. ശ്രീമതി വിജി, പ്ലീസ്. താങ്ക് യു, വെൽക്കം. എല്ലാ അമ്മമാർക്കും ഞാൻ ഹാപ്പി മദേഴ്സ് ഡേ പറയുന്നു. പൊന്നു ചേച്ചിയുടെ പ്രഭാഷണം വളരെ നന്നായിരുന്നു. ഞങ്ങള് വേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, എന്നാലും ഇതിന് ഇന്ന് കൂടണം, ഇന്ന് കൂടിയേ പറ്റൂ എന്ന് പറഞ്ഞ് അങ്ങനെ അറ്റൻഡ് ചെയ്തതാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോകണം. എനിക്കും എൻ്റെ അമ്മയെക്കുറിച്ചും ആലപ്പുഴയിലെ അമ്മയെക്കുറിച്ചും വളരെ നല്ല ഓർമ്മകളേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരുടെ അമ്മമാർ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ 1.5 വർഷം താമസിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു 2 ആഴ്ചയെ താമസിച്ചുള്ളപ്പോഴേക്ക് മതിയായി. ഞങ്ങൾ വിൻ്ററിലാണ് കൊണ്ടുവന്ന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് പോയി. പിന്നെ ആ സമയത്തൊക്കെ എല്ലാ പ്രാവശ്യവും എപ്പോഴും ഒന്നും വിളിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ അമ്മയെ വിളിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. രണ്ടുപേരുടെ അമ്മ, എൻ്റെ അമ്മ 2005 മരിച്ചുപോയി. ആലപ്പുഴ അമ്മ 1989 മരിച്ചുപോയി. ഇത് എല്ലാവർക്കും നല്ല മദേഴ്സ് ഡേ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു, താങ്ക് യു. അടുത്തതായിട്ട് ഞാൻ കാലിഫോർണിയയിലേക്ക് പോകുക. തൽക്കാലം കാലിഫോർണിയയിൽ പ്രൊഫസർ ഫിലിപ്പ് കല്ലട സാറ് അൺമ്യൂട്ട് ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീമതി പൊന്നുപിള്ളയുടെ പ്രഭാഷണം ശ്രദ്ധയോടുകൂടി കേൾക്കുകയായിരുന്നു. ഗദ്യമാണെന്ന് മാത്രമല്ല, ഒരമ്മയ്ക്കുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും വിചാരങ്ങളും അതിമനോഹരമായിട്ട് ചേച്ചി പറഞ്ഞു തന്നു. ഒരു മകനെ അല്ലെങ്കിൽ മക്കളെ വളർത്തുന്നത് എങ്ങനെ, അതിൻ്റെ പ്രയാസങ്ങൾ എന്തെല്ലാം, ഇതെല്ലാം അമ്മമാർക്കറിയാം. ഇവിടെ അമ്മമാർ കുറവാണ്, എല്ലാ അച്ഛന്മാരാണ്. അച്ഛന്മാർക്ക് ഓർമ്മയുള്ളതിനേക്കാൾ മക്കളിൽ സ്വാധീനം ചെലുത്തുന്നത് അമ്മമാർ തന്നെയാണ്. മക്കളെ ഏത് നിലയിലാക്കണം, ഏത് രീതിയിലാക്കണം, എങ്ങനെയൊക്കെ പഠിപ്പിക്കണം, വളർത്തണം, ഏതൊക്കെ സ്വഭാവങ്ങൾ ചെറുപ്പം മുതൽ കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പഠിപ്പിക്കുന്നത് അമ്മമാരാണ്. മാത്രമല്ല, അമ്മ ഒരിക്കലും മക്കളെ വഴക്ക് പറയുകയല്ല, വളർത്തുകയാണ്, സ്നേഹത്തോടെ വളർത്തുകയാണ്. ഏത് തിന്മ ചെയ്താലും അതിനെ ചെറുതായിട്ട് ശാസിച്ചുകൊണ്ട് അത് ചെയ്യാതിരിക്കുവാനുള്ള എല്ലാ നല്ല മാർഗങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് അമ്മമാരാണ്. ആ നിലയിൽ വളർത്തിയ 3 മക്കളുടെ അമ്മയാണ് പൊന്നുപിള്ള. എനിക്ക് ശ്രീമതി പൊന്നുപിള്ളയുടെ മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. കാരണം അതിമനോഹരമായി തൻ്റെ ജീവിതത്തെ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഭാരതീയ ചിന്ത അനുസരിച്ച് ജനനി ജന്മഭൂമിച്ച സ്വർഗാദവികരീയസി, അമ്മയും മാതൃരാജ്യവും സ്വർഗത്തേക്കാൾ വലുതാണ്. അമ്മയ്ക്കുള്ള പ്രാധാന്യമാണ് ഇവിടെ കാണുന്നത്. അമ്മയെ സ്നേഹിക്കാത്ത, അമ്മയെ ഓർക്കാത്ത ആരും നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
എൻ്റെ അമ്മ 2009 മരിച്ചു. 90-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അതുവരെ ഞങ്ങൾ എൻ്റെ അനുജൻ്റെ ഭവനത്തിൽ വെച്ചാണ് മരിച്ചിരുന്നത്. ഞങ്ങൾ പോയി എല്ലാ വർഷവും കാണുകയും കേൾക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ സ്വദേശം കോട്ടയമാണെങ്കിലും ഞാൻ അവിടുന്ന് ജോലി സംബന്ധമായിട്ട് കഴിഞ്ഞ 44 വർഷം കോയമ്പത്തൂരായിരുന്നു. 40 വർഷം കോയമ്പത്തൂരായിരുന്നു. അവിടുന്ന് വിദ്യാഭ്യാസമൊക്കെ കുട്ടികളുടെ കഴിഞ്ഞു. എൻ്റെ ഭാര്യയും അവിടുന്ന് തന്നെയാണ്. അത് കഴിഞ്ഞ് മക്കളും ഇവിടെ വന്നു, ഇവിടെ ജോലിയായി. ഞാൻ അവിടുന്ന് പെൻഷനെ പറ്റി കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത്. വന്നിട്ട് 4 വർഷമേ ആയുള്ളൂ. എന്നാൽ അതിനിടയിലെല്ലാം നാട്ടിൽ പോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ അമ്മയുടെ മരണസമയത്ത് ഞാൻ കോയമ്പത്തൂരിൽ നിന്നും നേരെ അമ്മയെ കാണാൻ കൊട്ടാരത്തിൽ പോവുകയാണ് ചെയ്തത്. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ നമ്മളിലെല്ലാം ഉണ്ട്. ഒരു ദിവസം ഒന്നെങ്കിലും ഓർക്കാൻ നാരായണ സാർ പറഞ്ഞത് ഒരു ദിവസം ഒന്നെങ്കിലും അമ്മയെ ഓർക്കുമെന്നാണ്. ഞാനും എല്ലാ ദിവസവും ഓർക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ടവർ ഓരോരുത്തരും ഓർത്തിരിക്കും. എൻ്റെ പെങ്ങൾ കഴിഞ്ഞ വർഷം മരിച്ചു, പെട്ടെന്ന് മരിക്കുകയായിരുന്നു ഹൃദയസ്തംഭനം മൂലം. ആ പെങ്ങളെ ഞാൻ എല്ലാ ദിവസവും ഓർക്കും. കാരണം അവളുടെ നല്ല ഗുണങ്ങൾ, ഒരമ്മയുടെ എല്ലാ ഗുണങ്ങളും എൻ്റെ പെങ്ങളിൽ ഞാൻ കണ്ടിരുന്നു. എൻ്റെ അമ്മയുടെ ഗുണങ്ങളെല്ലാം എൻ്റെ പെങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മമാരെ സ്നേഹിക്കുക, അമ്മമാരെ കുറിച്ചുള്ള ഓർമ്മ വരിക, ഇതൊക്കെയും കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് അത്ര മനസ്സിലാവുകയില്ല. എന്നാൽ നമ്മുടെയൊക്കെ പ്രായമാകുമ്പോൾ ആ ഓർമ്മ ശക്തമാകും. അമ്മയോടുള്ള സ്നേഹം വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ച ഒരനുഭവത്തിലാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരമ്മയാകുമ്പോഴേ അമ്മയുടെ ഗുണമറിയൂ എന്ന് ഒരു ചൊല്ലുണ്ട്. അതുതന്നെയാണ് സംഭവിക്കുന്നത്. അമ്മയോ അച്ഛനോ ആയി കഴിയുമ്പോൾ എന്നെ അമ്മ എങ്ങനെ വളർത്തി, എന്ത് കഷ്ടപ്പാടുകൾ വഹിച്ചു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകും. ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ശ്രീമതി പൊന്നുപിള്ള നമ്മളോട് പറഞ്ഞു. നാം ഓരോരുത്തരും അമ്മയെ ഓർത്തിരിക്കുക മാത്രമല്ല, അമ്മയോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് സത്യമാണ്. അമ്മയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കേൾക്കാം. നന്ദി. താങ്ക് യു സർ, താങ്ക് യു. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ശ്രീമാൻ സുരേന്ദ്രൻ നായരിലേക്കാണ്. അദ്ദേഹം നമ്മളിൽ ഒരാളായി കഴിഞ്ഞു. ഇനിയിപ്പോ അദ്ദേഹം ഒരു ആതിഥേയൻ തന്നെ, അതിഥിയല്ല ആതിഥേയൻ, നമ്മളിൽ ഒരാളായി കഴിഞ്ഞു അദ്ദേഹം. എന്നാലും എനിക്ക് തോന്നുന്ന 5-8 മാസമായി അദ്ദേഹം ഡിട്രോയിറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഹ്യൂസ്റ്റണിലേക്ക് മാറിയിട്ട് എന്നാണ് എൻ്റെ അനുമാനം. അദ്ദേഹം പറയും. ഏതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അനുസ്മരണകൾ, അമ്മ ദിനത്തിൽ എന്താണ് അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ളത്? താങ്ക് യു മിസ്റ്റർ സുരേന്ദ്രൻ നായർ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മാതൃദിന സന്ദേശം ചേച്ചി സ്വന്തം അനുഭവത്തിലൂടെ വളരെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചു. നമ്മളൊക്കെ അത് ആസ്വദിച്ചു. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞിരുന്ന വ്യത്യസ്തമായി ഒരു കാര്യം പറയാനാണ് ആഗ്രഹിക്കുന്നത്. ശ്രീ ജോൺ ഇളമത്ത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ അരികു പറ്റി ഒരു കാര്യം പറയാനാണ് ആഗ്രഹിക്കുന്നത്. അമ്മയുടെ കൈപിടിച്ച് നടന്ന നമ്മൾ അവസാനം നമ്മൾ അമ്മയ്ക്ക് കൈ കൊടുക്കുവാൻ എത്ര പേര് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആനുകാലിക ചോദ്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. ദൈനംദിനം നമ്മൾ കാണുന്ന വാർത്തകളിലും അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ഒക്കെ അമ്മയെ അവഗണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഇതിന് എൻ്റെ ഒരു കാരണത്തിലേക്ക് പോയാൽ ഭാരതീയ സങ്കല്പമൊക്കെ നേരത്തെ ഇവിടെ രണ്ടുപേർ സംസാരിച്ചു. പിന്നെ നമ്മുടെ ഭാഷാപിതാവിൻ്റെ പ്രാതസ്മരണം നമ്മൾ വായിച്ചാൽ അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ പ്രഭാതത്തിൽ സ്മരണ പ്രാർത്ഥനയിൽ ആദ്യം അമ്മയാണ് പറയുന്നത്. സ്വന്തം അമ്മയെ പ്രാർത്ഥിക്കുന്നു. അമ്മയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന തുടങ്ങുന്നത്. എഴുത്തച്ഛൻ്റെ എല്ലാ കൃതികളിലും അമ്മയുടെ മാഹാത്മ്യം അദ്ദേഹം ഉയർത്തിപ്പിടിക്കാറുണ്ട്. ആ മാതൃസങ്കല്പം അത് ശരിക്കും നമ്മുടെ സ്വന്തം അമ്മയിലേക്ക് മാത്രമല്ല എന്നുള്ളതാണ് അതിൻ്റെ വിശാലമായ അർത്ഥം. മാതൃസങ്കല്പത്തിനെയാണ് ഭാരതീയത എല്ലാ കാലത്തും പാലൂട്ടി വളർത്തിയിരുന്നതും അതിനെ നമ്മൾ ആദരിച്ചിരുന്നതും. പക്ഷേ പുറം നാടുകളുമായിട്ടുള്ള സാമ്പത്തിക വിനിമയത്തിലേക്ക് നമ്മൾ കടന്നപ്പോൾ
സാമ്പത്തിക വിനിമയം കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല. ആ സാമ്പത്തിക വിനിമയം സാംസ്കാരിക വിനിമയത്തിലേക്ക് മാറുന്നു. ആ സാംസ്കാരിക വിനിമയത്തിൽ നിന്നും നമ്മുടെ ആശയങ്ങളുടെ ഇറക്കുമതിയിലേക്ക് പോകുന്നു. ഇപ്പൊ സമ്പത്ത് മാത്രമല്ല പുറം നാടുകളിൽ നമുക്ക് കിട്ടുക, അതോടൊപ്പം ആശയങ്ങളും സംസ്കാരവും വരും. അങ്ങനെ മാതൃദിനം അത്തരത്തിൽ നമ്മളിലേക്ക് കടന്നു വന്ന ഒരാശയം. ഒരു പ്രത്യേക ദിനത്തിൽ മാതാവിനെ കുറിച്ച് സ്മരിക്കുക, അതിൽ അപാകതയൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ഒരു പ്രത്യേക ദിനത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയുക എന്നുള്ളത് അങ്ങനെ വന്ന ഒരു ആശയ ഇറക്കുമതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഭാരതത്തിലും ആളുകൾ മാതൃദിനം ആഘോഷിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇറക്കുമതിയല്ല, നമ്മൾ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഇവിടെ വന്നിട്ടാണ് ഇതൊരു പങ്കാളിയാണ്. അപ്പോൾ അമ്മ എന്ന സങ്കല്പത്തിനെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. ആ സങ്കല്പത്തിൻ്റെ ഉദാത്തമായ അതിൻ്റെ അന്തർധാരകളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അത് നമ്മുടെ സ്വന്തം അമ്മയിൽ മാത്രമല്ല, സ്വന്തം അമ്മയിൽ എന്തായാലും ഉണ്ടാകേണ്ടത് ഈ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന സകല ചരാചരങ്ങളിലും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നത് ഒരു കോൺസെപ്ച്വൽ തിങ്കിങ് ആണ്, പരിപ്രേക്ഷ്യപരമായ ഒരു സംവാദം. ഈ പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപ്രേക്ഷ്യമാണ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കൂടുതൽ ഈ ദിനത്തിനെ ബേസ് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യം ഈ സങ്കല്പത്തിനോട്. നമ്മുടെ സ്വന്തം അമ്മ നമ്മൾ ആദരിക്കുമ്പോൾ അമ്മയോട് നമുക്ക് കൂറ് തോന്നണമെങ്കിൽ, അമ്മയോട് ആദരവ് തോന്നണമെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ മാതൃസങ്കല്പത്തോടും നമുക്കൊരു കടപ്പാട് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇവിടെ തന്നെ ഇപ്പോൾ ഈ മദർ എർത്ത് സങ്കല്പമുണ്ട്. അത് വളരെ വളരെ വൈകിയാണ് പാശ്ചാത്യ ലോകത്ത് അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. മദർ എർത്ത് എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. പക്ഷെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്കുണ്ടായിരുന്നു മാതൃ സങ്കല്പം. ഭൂമി നമ്മുടെ മാതാവാണ്. ഭൂമിയെ മാതാവായിട്ട് നമ്മൾ എന്തിനേയും മാതാവായിട്ടാണ് കണ്ടുകൊണ്ടത്. ആ ഒരു മാതൃസങ്കല്പത്തിൻ്റെ വളരെ വിശാലമായ ഒരർത്ഥം ഈ ദിനത്തിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്, നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതായിരിക്കും ഇതുപോലെ ഒരു സാഹിത്യ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യം. മാതൃത്വത്തിൻ്റെ മഹത്വം, ആ മഹത്വം ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മെറ്റീരിയലായിട്ടുള്ള കാര്യത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല, അല്ലെങ്കിൽ ഭൗതികമായ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഭൗതികതയ്ക്ക് അതീതമായിട്ട് ഒരു ബന്ധം, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം, അത് എല്ലാ സകല ജീവജാലങ്ങളിലും നമുക്ക് ദർശിക്കുവാൻ കഴിയും. നമ്മളിങ്ങനെ മാറി എന്ന് നോക്കിയാൽ അത് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ ആ കുഞ്ഞിനോടുള്ള ഒരു മാതൃത്വത്തിനുണ്ടാകുന്ന ഒരു അഭിനിവേശം, അത് വളരെ വിസ്മയം ജനിപ്പിക്കുന്ന ഒന്നാണ്. അതിനൊരു അർത്ഥം നമുക്ക് എവിടെയും കണ്ടെത്താൻ കഴിയും. ഏത് ജീവജാലങ്ങൾ പരിശോധിച്ചാലും ശരി. ഒരു കിളി അതിൻ്റെ മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞിനെ തീറ്റ കൊടുക്കുന്നത്, അതിനെ ഭക്ഷിക്കാൻ പഠിപ്പിക്കുന്നത്, പറക്കാൻ പഠിപ്പിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഒരു ഇത്രയും വലിപ്പമുള്ള ആന, ഒരു വലിയ ആന അതിൻ്റെ കുഞ്ഞാനയെ നടക്കാൻ പഠിപ്പിക്കുന്നു. അതൊക്കെ നമുക്കൊരിക്കലും ഉത്തരം കിട്ടാത്ത പ്രകൃതിയുടെ നിഗൂഢമായ രഹസ്യങ്ങളാണ്. ആ നിഗൂഢതയാണ് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലൂടെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് ഓരോ അമ്മയിൽ നിന്നും തലമുറയായിട്ട് മാറി അത് ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് ഓർമ്മിപ്പിക്കുവാനും നമ്മുടെ തലമുറയിൽ ആ മാതൃത്വത്തിൻ്റെ എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കുവാൻ, ആ മഹത്വത്തിനെ വാഴ്ത്തുവാനുള്ള ഒരു ദിവസം, അതിന് നമ്മൾ ഇന്നിവിടെ കാരണഭൂതരാകുന്നു. ഈ ദിനത്തിൽ എല്ലാ അമ്മമാരെയും, പ്രപഞ്ച മാതാവ് ഉൾപ്പെടെയുള്ള മുഴുവൻ മാതൃസങ്കല്പത്തെയും നമിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം മിസ്റ്റർ സുരേന്ദ്രൻ നായർ സാർ. നമസ്കാരം. അർത്ഥവത്തായ വാക്കുകൾ തീർച്ചയായിട്ടും. താങ്ക് യു കേട്ടോ, താങ്ക് യു. അടുത്തതായിട്ട് നമുക്ക് ഡിട്രോയിറ്റിലേക്ക് ഒന്ന് പോകാം. ഡിട്രോയിറ്റ്, മിച്ചിഗൺ. അവിടെ നമ്മുടെ സാഹിത്യകാരൻ അബ്ദുൾ പുന്നയൂർക്കുളം സാർ, പ്ലീസ്. ക്ഷമിക്കണം, ഞാൻ കുറച്ച് വൈകിട്ടാ വന്നത്. വെയിറ്റ് ചെയ്യണോ? അതിന്റെ അടുത്ത ആള് എങ്ങനെയാ?
അല്ല ഞാൻ പറഞ്ഞ അവസാനിക്കാം. കാരണം പൊന്നുമ്പിള്ളയുടെ അമ്മയെ പറ്റി പറഞ്ഞൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല, അതിൽ സോറി ഉണ്ട്. പക്ഷെ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം അമ്മയെ പറ്റി എല്ലാവർക്കും, അമ്മമാരെ പറ്റി എല്ലാവർക്കും അറിയാം. അതിപ്പോ കൂടുതലായിട്ട് പറയേണ്ട ചില ഒറ്റ കാര്യം കൊണ്ട് അവര് ഏറ്റവും ഉന്നതരാണ്. കാരണം ഈ പുരുഷകേസരികളൊക്കെ പ്രസവിച്ചത് അമ്മയാണ്. ആ കാര്യത്തിൽ തന്നെ അവർ ഏറ്റവും ടോപ്പായി നിൽക്കണ്. അവരെന്നും നിൽക്കട്ടെ. ഞാൻ എൻ്റെ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ സുഖമില്ലാത്തതിലൊക്കെ എനിക്ക് അവരെ കൂടുതൽ പങ്കെടുക്കാൻ, അവരെ ചികിത്സിക്കാനും ശുശ്രൂഷിക്കാനും കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ആ വിഷമം ഞാൻ മനസ്സിൽ വെക്കുന്നുണ്ട്. എങ്കിലും കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. എല്ലാ അമ്മമാർക്കും ഒന്നുകൂടി ഈ മാതൃത്വത്തിൽ എൻ്റെ സന്തോഷം അറിയിക്കട്ടെ. താങ്ക് യു അബ്ദുൾ, താങ്ക് യു. പുരുഷകേസരിമാരെ എല്ലാം പ്രസവിച്ചത് അത് ഹൃദയത്തിൽ കൊണ്ടു കേട്ടോ. അല്ല, നമ്മുടെ കവിയുടെ അഭിപ്രായം കേട്ടില്ല. രാജു തോമസ് കേൾക്കാനിരിക്കുക. തീർച്ചയായിട്ടും എന്നാ കവി തന്നെ പറയട്ടെ. രാജു തോമസ്, നമുക്ക് ന്യൂയോർക്കിലേക്ക് ഒന്ന് പറക്കാം. ന്യൂയോർക്കിൽ നിങ്ങൾ പോരട്ടെ. എല്ലാവർക്കും നമസ്കാരം. അതിന് മുമ്പായിട്ട് സുരേന്ദ്രൻ നായരെ ഞാൻ ആദ്യം കാണുന്നത് ഡിട്രോയിറ്റിൽ വെച്ചുള്ള ആനയുടെ കൺവെൻഷനിലാണ്. അതിനുശേഷം ഞാൻ വെർച്വലായിട്ടാണെങ്കിൽ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ ഇപ്പോഴും അതുപോലെ ഇരിക്കുന്നു എന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. ഒരു ചോദ്യം, അന്നും അടുത്ത ലാനയ്ക്കുമൊക്കെ കവിത അവതരിപ്പിച്ച് വിളങ്ങി നിന്ന ആ മകന്റെ പേരെന്തുവരെ എന്റെ നാവിൻ ശബരി, പിന്നെ അതങ്ങ് വിട്ടോ കവിതയൊക്കെ? ഇല്ല, കവിതയൊക്കെ എഴുതുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ ഈ പഠിത്തവും ജോലിയൊക്കെ ആയി. അതുകൊണ്ട് ലാനയ്ക്കൊന്നും അധികം വരാറില്ല. അതിനുശേഷം ഷിക്കാഗോയിൽ പോയിരുന്നു. ഷിക്കാഗോയിൽ ലാനയ്ക്ക് ഉണ്ടായിരുന്നു. ആ 2 പ്രാവശ്യമുണ്ട്. ഞങ്ങൾക്ക് വളരെ ആശ്ചര്യത്തോടെ അത്ര എന്തുവായിരുന്നു ആ പാകിസ്ഥാനിലെ ആ സ്ത്രീയുടെ പേര്? അത് ഒന്നാമത്തെ കവിത അവരെ പറ്റിയായിരുന്നല്ലോ. മലയാള. അത്ര കൊച്ചു പ്രായത്തിൽ ഇത്ര സുന്ദരമല്ലേ, സുന്ദരവും ഗംഭീരവും അതുപോലെ ആലാപന രീതിയൊക്കെ ഞങ്ങളെയൊക്കെ അങ്ങ് ഹഠാത് ആകർഷിച്ചു. എനിവേ, ടു ബ്രിങ് ഇറ്റ് ബാക്ക്, എല്ലാ അമ്മമാർക്കും അബ്ദുൾ പറഞ്ഞ പോലെ ഹീസ് അനദർ ഫ്രണ്ട് ഓഫ് മൈൻ ഇൻ ഡിട്രോയിറ്റ്. എല്ലാ പുരുഷകേസരികളെയും പ്രസവിച്ച അമ്മമാർക്കും എൻ്റെ മാതൃദിനാശംസകൾ. ഇന്നത്തെ പരിപാടി വിശിഷ്യ നല്ലതായിരുന്നു. കാരണം 25 മിനിറ്റോളം സംസാരിച്ചു കേട്ടോ പൊന്നുപിള്ള. ഷീസ് റിയൽ ഗോൾഡ് പൊന്നു തന്നെയാ. പക്ഷേ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നി കേട്ടോ. അങ്ങനെ നർമ്മവും കണ്ണീരും എല്ലാം ഉണ്ട്. ഈ പെണ്ണെഴുത്ത് ഈ സ്ത്രീ പറഞ്ഞെങ്കിലേ അവരുടെ ദുഃഖവും ശരിക്കും അങ്ങോട്ട് പ്രതിഫലിക്കത്തുള്ളൂ. ഒരു സ്ത്രീ എഴുതണം എന്ന് പറയുമ്പോൾ വലിയ ഈ സാഹിത്യത്തിലെ കാരണവന്മാരൊന്നും സമ്മതിക്കത്തില്ല. പക്ഷെ ഇപ്പോ ആ സ്ത്രീപക്ഷ സ്ത്രീപക്ഷ ആസ്വാദനം വളരെ പുഷ്കരമായിരിക്കുകയാണ്. അപ്പോൾ അതിലുണ്ട്. അവര് പറഞ്ഞല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോ മുതൽ കറുത്തതൊന്നും ഭക്ഷിക്കത്തില്ല എന്ന്. മാത്രമല്ല, എരിയും പുളിയും ഒക്കെ ഇഷ്ടമായിരുന്നു. അവർ അതും വർജിച്ചു. പിറക്കാൻ പോകുന്ന കൊച്ചിന് നല്ല നല്ല നിറമുണ്ടാകട്ടെ എന്ന്. മാത്രമല്ല, മക്കളൊക്കെ പിറന്നതിന് ശേഷം പിന്നെ അവർ ഒരു വ്യക്തി എന്ന രീതിയിൽ ഇല്ലാതായി. അവർ സ്വയം ശൂന്യമാക്കി. എല്ലാ ചിന്തകളും പ്രവൃത്തികളും എല്ലാം മക്കളുടെ പേരില്ല. പക്ഷെ അതിന് നല്ല ഫലം കായ്ച്ചു. ആ 3 പേര് ഇഷ്ടം പോലെ പഠിച്ച് നല്ല നിലകളിലെത്തി. അപ്പോ അവർക്ക് അവരുടെ പ്രയത്നത്തിന്റെ, അവരുടെ സാത്വികതയുടെ, കർമ്മത്തിന്റെ ഒക്കെ ഫലം കിട്ടി. അതില് അവരെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ അവരുടെ മെസ്സേജ് നമ്മുടെ കൃത്യനിഷ്ഠ, സത്യസന്ധത, എഡ്യൂക്കേഷന്റെ ആവശ്യകത, ഇതൊക്കെയാണ്. പ്രത്യേകിച്ച് സ്വന്തം അമ്മയുടെ പാദത്തിലാണ് സ്വർഗമെന്ന് വ്യാസഭഗവാൻ കൃഷ്ണഭഗവാനോട് പറയുന്നത് അത് വളരെ ഉചിതമായിരുന്നു. നമ്മുടെ ഈ ഖുറാനില് ഇതുപോലെ സുന്ദരങ്ങളായിട്ടുള്ള, ജീവിത സ്പർശിയായിട്ടുള്ള അനേകം സൂക്തങ്ങളുണ്ട്. അതിലൊന്നാണ്, ആരോ ചോദിച്ചു അദ്ദേഹത്തോട്, നബിയോട് ചോദിച്ചു, സ്വർഗം എവിടെയാണ്? അപ്പൊ അദ്ദേഹം പറയുന്നു, സ്വർഗം നിന്റെ അമ്മയുടെ പാദത്തിങ്കലാണ് എന്ന്. അത് സത്യവുമാണ്, സുന്ദരവും അല്ലേ? സത്യം, ശിവം, സുന്ദരമായിട്ടുള്ള ഒരു ഇതാണ്.
അതിനെ അവതരണത്തിന് ശേഷം നാരായണൻ നായരും ഫിലിപ്പ് സാറും ഒക്കെ പറഞ്ഞ കാര്യങ്ങള് ആ പൊന്നുപിള്ള പറഞ്ഞതിന് കുറച്ചുകൂടെ ചാരുത കൂട്ടി അവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ കൂട്ടത്തിൽ പറഞ്ഞു പോയേക്കാം നമ്മുടെ നർമ്മ സമ്രാട്ടായ എളമതിയുടെ കവിത, ആ മനസ്സിന്റെ മുനയിൽ എന്നുള്ള പ്രയോഗം കേട്ടോ, ചിന്തിച്ചു നോക്കി, അത് കൊള്ളാം. നമ്മളൊക്കെ മനസ്സിന്റെ എന്തോ അകതാരിൽ, മനസ്സിന്റെ താമരപ്പൂവിൽ, മനസ്സിന്റെ മുനയിൽ എന്നുള്ളത് അത് എന്നെ സ്പർശിച്ചു. ചിലപ്പോ അതിന് താളമില്ല, വൃത്തമില്ല, താളം പോലുമില്ല. കവിതയ്ക്ക് അതിനകത്തൊരു രഹസ്യമുണ്ട്. നമ്മൾ ഇതിനകത്ത് താളം വരുത്തണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗംഭീരങ്ങളായിട്ടുള്ള ബിംബങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ചിന്തേരൊക്കെ പിടിച്ച് അവസാനം ആ കുഞ്ഞില്ലാതാകും. എനിക്ക് അങ്ങനെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഇത് പോരാ, ഇത് കുറച്ചുകൂടെ ശരിയാക്കണം എന്ന് പറഞ്ഞ് ഇരുന്നിരുന്ന് ആ കൊച്ചങ്ങ് ചത്തുപോകും. അപ്പൊ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ വൃത്തവും താളവും ഒന്നും ഇല്ലെങ്കിലും നമുക്കറിയാവുന്ന ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ എഴുതുന്നതായിരിക്കും നല്ലത്. എനിക്ക് എന്തായാലും ആ കവിത ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഒന്നുകൂടെ മാതൃദിനാശംസകൾ. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. താങ്ക് യു രാജു തോമസ് ഫ്രം ന്യൂയോർക്ക്. അടുത്തായിട്ട് ഹ്യൂസ്റ്റണിലേക്ക് ഒന്ന് തിരിച്ചു വരാം കേട്ടോ. ഞാൻ ആർക്കെങ്കിലും എപ്പോൾ വേണമെങ്കിലും കേട്ടോ, ഞാനിങ്ങനെ പേര് വിളിക്കുന്നതായിട്ട് കാത്തിരിക്കണമെന്നില്ല. ആർക്കെങ്കിലും അർജൻസി ഉണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് എ ഫ്ലെക്സിബിൾ. പറഞ്ഞ മാതിരി TM സാമുവൽ സാർ, ഹ്യൂസ്റ്റൺ. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ. TM സാമുവൽ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. വെരി ഗുഡ്, താങ്ക് യു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് മാതൃദിനത്തിൻ്റെ ചർച്ചകളാണല്ലോ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന രണ്ട് മഹിമയാർന്ന രണ്ട് മാതാക്കൾ ഇന്നിവിടെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. രണ്ടുപേർക്കും, ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും, അതേപോലെ തന്നെ ഏവർക്കും, മറ്റുള്ള എല്ലാവർക്കും എൻ്റെ മാതൃദിനാശംസകൾ. ആ എല്ലാവർക്കും എന്ന് പറഞ്ഞത് ഞാൻ അല്പം കൂടെ കഴിഞ്ഞ് വിശദീകരിക്കാം. ഇന്ന് നമ്മുടെ പ്രിയങ്കരിയായ പൊന്നു ചേച്ചി സ്വന്തം ജീവിതാനുഭവങ്ങളെ ചാലിച്ചെടുത്തുകൊണ്ടുള്ള മാതൃസ്നേഹത്തെക്കുറിച്ചുള്ള ആ പ്രഭാഷണം വളരെ ആർദ്ര മനസ്സോടുകൂടി നമ്മൾ കേട്ടു. പൊന്നു ചേച്ചിയുടെ ജീവിതം ഞങ്ങൾക്കൊക്കെ 10, 30, 35, 40 വർഷമായിട്ട് അറിയാവുന്നതാണ്. ഒരു മാതാവായിട്ട് ഞങ്ങൾ ഗണിച്ചു പോകുന്ന പൊന്നുപിള്ളയ്ക്ക് ഇങ്ങനെ ഒരു അവസരത്തിൽ ഇത് അവതരിപ്പിക്കാൻ സാധിച്ചതിൽ മലയാളം സൊസൈറ്റിക്ക് പ്രത്യേക ഒരു അഭിനന്ദനം അർഹിക്കുന്നു. മാതാക്കൾ എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ വെയിറ്റ്, വലിയ നാന്ദിയാണ് മാതാവെന്ന് പറയുന്നത്. ഒരു വലിയ എന്താന്ന് പറയാ, ഒരു കോമൺ ഡിനോമിനേറ്ററാണ് മാതാവ്. മാതാവില്ലെങ്കിൽ പിന്നെ അമ്മയില്ലെങ്കിൽ അച്ഛനില്ല, അമ്മയില്ലെങ്കിൽ മക്കളില്ല, അമ്മയില്ലെങ്കിൽ കുടുംബമില്ല, അമ്മയില്ലെങ്കിൽ സമൂഹമില്ല. അപ്പോൾ മാതാവ് എന്ന് പറയുന്നത് ഒരു വലിയ കോമൺ ഡിനോമിനേറ്ററാണ്. അതുകൊണ്ട് നമ്മൾ മാതാവിന് നമ്മൾ മാതൃ ആശംസകൾ അല്ലെങ്കിൽ മാതൃദിന ആശംസകൾ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ഏറ്റവും അംഗീകരിക്കുന്ന ഏറ്റവും വലിയ ആശംസകൾ നാം അർപ്പിക്കുന്നത് ഈ ലോകത്തിന് മുഴുവനാണ്. അതെല്ലാവർക്കുമാണ്. കാരണം മാതാവില്ലെങ്കിൽ മറ്റാരുമില്ല. അപ്പോൾ മാതൃദിന ആശംസ എന്ന് പറയുന്ന പകരം ഇതൊരു വലിയ ഫാമിലി ഡേ ആയിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡേ ആയിട്ടോ ഒക്കെ ആചരിക്കേണ്ടതാണെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. മാതാവെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ പല പാട്ടുകൾ ഓർമ്മിപ്പിച്ചെടുത്തല്ലോ. ഒരു പാട്ടിൽ ഒരു വരി, അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, ഒരൊറ്റ
വരിയിൽ അവിടെ അവിടെ മുഴുവനും നമുക്ക് ചിന്തിക്കാം, അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? അവിടെ തീർന്നു. ബാക്കി 10 25 വരികൾ ആ പാട്ടിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? ബാക്കിയുള്ള വരികൾ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. അതിലും വലിയൊരു കോവിലുണ്ടോ എന്നൊക്കെ പറയുന്ന ഒരു പാട്ടാണ്, ഒരു പഴയ സിനിമാ ഗാനം. അപ്പോൾ അമ്മയല്ലാതൊരു ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നതിലൂടെ നാം അടിവരയിട്ട് പറയുകയാണ്, അമ്മയാണ് എല്ലാം എല്ലാം. പിന്നെ ഈ നമ്മുടെ ഒരു അമ്മയുടെ ഹൃദയം, അമ്മയുടെ സ്നേഹം അതുല്യമാണ്, അത് സ്നേഹസാഗരമാണ് എന്നൊക്കെ പണ്ട് മുതലേ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഒരമ്മയുടെ സ്നേഹം അനുഭവിച്ച എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ നാരായണൻ നായരോട് അല്പം അസൂയാണുള്ളത്. അദ്ദേഹം 4 അമ്മമാരുടെ സ്നേഹം അനുഭവിച്ചു എന്നാണ് പറയുന്നത്. വളരെ വളരെ സന്തോഷം. അതുപോലെ തന്നെ ജോൺ ഇളമത സാറിൻ്റെ കവിതയിൽ എൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ചു നടന്ന അമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്തത് മഹാത്മാഗാന്ധിയുടെ ഒരു പടമുണ്ട്. ഒരു ബാലൻ മുന്നിൽ നടക്കുന്നു, മഹാത്മാഗാന്ധി തോളിൽ കൈവച്ചുകൊണ്ടോ കയ്യിൽ പിടിച്ചുകൊണ്ടോ മഹാത്മാഗാന്ധി പിറകിൽ നടക്കുന്ന ഒരു രംഗമാണ് എനിക്ക് ആ കവിത വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. വളരെ നന്നായിരിക്കുന്നു. ഏതായാലും ഈ മാതൃദിനത്തിൽ വീണ്ടും പൊന്നു ചേച്ചിക്ക് ഇത് അവതരിപ്പിച്ചതിന് ഒത്തിരി നന്ദി. ഈ മാതൃദിനത്തിൽ എല്ലാവർക്കും മാതൃദിന ആശംസകൾ. കാരണം നമ്മൾ ഓരോരുത്തരും മാതൃദിന ആശംസകളുടെ അവകാശികളാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു TN സാമുവൽ, താങ്ക് യു. അടുത്തത് നമ്മുടെ സെക്രട്ടറി, മലയാളം സൊസൈറ്റി ഓഫ് അമേരിക്കയുടെ സെക്രട്ടറി, കവി ശ്രീമാൻ ജി പുത്തൻകുരിശ് സാർ. ജി പുത്തൻകുരിശ്. ഞാൻ ഓരോ ഓർഡറും അല്ലാട്ടോ വിളിച്ചതും വിളിക്കാൻ പോകുന്നതും അല്ല. ജി പുത്തൻകുരിശ്. ആദ്യമായിട്ട് എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി മാതൃദിനാശംസകൾ. പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന 2 അമ്മമാർക്ക്. ശ്രീമതി പൊന്നുപിള്ള പറഞ്ഞു, ഒരമ്മമാരെ കുറിച്ചും ആർക്കും, എസ്പെഷ്യലി പുരുഷന്മാർക്ക് എഴുതാനോ അത് പൂർണ്ണമായിട്ട് അതിനെ ഗ്രഹിക്കാനോ ഉള്ള കഴിവില്ല. എങ്കിലും ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഏകദേശം 31 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കവിത എഴുതി. അതിന് കാരണം എൻ്റെ മദർ ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിക്കുന്നത്. മരിക്കുന്നതിൻ്റെ തലേ വർഷം ഞാൻ അമ്മയെ കാണുമായിരുന്നു. അപ്പോൾ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പഠിത്തത്തിൽ നിന്ന് ഒരു ഇളവും ഞങ്ങൾക്ക് തരില്ലായിരുന്നു. പഠിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഒരു വലിയ കാര്യമായിരുന്നു പിള്ളേർ പഠിക്കുന്നത്. അതിന് കാരണമുണ്ട്. എൻ്റെ ഫാദർ 12ാമത്തെ വയസ്സിൽ, എൻ്റെ അമ്മയ്ക്ക് 12 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഫാദർ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് പഠിക്കാൻ, അവരുടെ വീട്ടിൽ പുരുഷന്മാരെല്ലാം അന്ന് തന്നെ സിവിൽ എഞ്ചിനീയറിങ്ങും അതെല്ലാം പഠിച്ചെങ്കിലും അമ്മയ്ക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ദുഃഖം തീർത്തത് മക്കളിൽ കൂടിയാണ്. അവര് വിശ്വസിക്കുകയില്ല. അവർ ഇംഗ്ലീഷൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും മാക്ബത്തും ഒഥല്ലോയുടെയും കഥകളൊക്കെ അവർക്കറിയാമായിരുന്നു. ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങളോട് തന്നെ ചോദിച്ച് പഠിക്കുമായിരുന്നു. പക്ഷേ അവർ മരിക്കുന്ന വർഷം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ തലേ വർഷം അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് ആ വർഷമാണ് ഞാൻ ഈ ന്യൂക്ലിയർ മെഡിസിൻ്റെ പഠിച്ചിട്ട് ലൈസൻസ് എക്സാമിനേഷൻ ഈ നടക്കുന്ന ആഴ്ചയിലാണ് അമ്മ മരിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, നിന്റെ പഠിത്തം, നീ എന്നെ വന്ന് കണ്ടല്ലോ, എനിക്കതിൽ സന്തോഷമുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞ് നീ വന്ന് കണ്ടതിനകത്ത് എനിക്ക് അതിനോട് എനിക്ക് യോജിക്കാൻ വഴിയില്ല. പക്ഷെ നിന്റെ പരീക്ഷകളെ മുടക്കി നീ വരരുതെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. കാര്യം ഞാൻ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ലൈസൻസ് എക്സാമിനേഷൻ എഴുതുക. ഞാൻ ആ ദുഃഖത്തോടു കൂടിയാണ് എഴുതുന്നത്. പക്ഷെ അന്ന് ഞാൻ കുറിച്ച ഒരു കവിതയാണ് സ്മരണാഞ്ജലി എന്ന കവിത. അത് ഞാൻ ആലപിക്കുകയാണ്. ഞാൻ വിചാരിക്കും ആ നല്ല കാലങ്ങളൊക്കെ ഒന്ന് മടങ്ങി വന്നായിരുന്നെങ്കിൽ അതിനകത്ത് നമുക്ക് ഇതെല്ലാം, നമ്മുടെ ദുഃഖങ്ങളെല്ലാം അമഗ്നമാക്കി കളയാമായിരുന്നു എന്നുള്ള ചിന്ത വെച്ച് എഴുതിയതാണ്. അത് വായിക്കട്ടെ. കൊഴിഞ്ഞുപോയൊരു വസന്തകാലം മടങ്ങി വന്നൊന്ന് പുണർന്നുവെന്നാൽ അതിൽ നിമഗ്നം ചെയ്തു മർത്യരാ ദുഃഖങ്ങളെ വിസ്മൃതമാക്കിയേനെ. കൊഴിഞ്ഞുപോയൊരു വസന്തകാലം
മടങ്ങി വന്നൊന്നു പുണർന്നുവെന്നാൽ അതിൽ നിമഗ്നം ചെയ്തു മർത്യരാ ദുഃഖങ്ങളെ വിസ്മൃതമാക്കിയേനെ. ജീവിക്കുന്നു മൃതരാകിലും ചിലർ ആജീവനാന്തം ഓരോ ഹൃത്തടത്തിൽ. ഒരുവന് അത് ജനനിയാകാം, മറ്റൊരുത്തിക്കത് ജനകനാവാം. ഒരുവന് അത് ജനനിയാവാം, മറ്റൊരുത്തിക്കത് ജനകനാവാം. ആരാകിലും ആ മധുര സ്മരണ നമ്മൾക്ക് അഭൗമതുഷ്ടിയേകിടുന്നു. ത്യാഗങ്ങളാൽ സ്ഫുടം ചെയ്തെടുത്തോരു സ്നേഹബന്ധങ്ങളാണ് അതിൻ നിമിത്തം. ത്യാഗങ്ങളാൽ സ്ഫുടം ചെയ്തെടുത്തൊരു സ്നേഹബന്ധങ്ങളാണ് അതിൻ നിമിത്തം. ഒരിക്കലൊരു പൂങ്കുല പോലെ നമ്മൾ വിരിഞ്ഞു സൗരഭ്യം പടർത്തി നിൽക്കും. ഒരിക്കലൊരു പൂങ്കുല പോലെ നമ്മൾ വിരിഞ്ഞു സൗരഭ്യം പരത്തി നിൽക്കും. ഉടന്നനെ അതിൽ നിന്നു മൃത്യു ഒന്നിനെ അടർത്തി ഗ്രസിച്ചിടുന്നു. ഉടന്നനെ അതിൽ നിന്നു മൃത്യു ഒന്നിനെ അടർത്തി ഗ്രസിച്ചിടുന്നു. ഈ ലോക ഗതി ഇതൊന്നു മാത്രം, പരലോകതത്വം നിഗൂഢമല്ലോ. ഈ ലോകഗതി ഇത് തന്നെയെന്നും, പരലോകതത്വം നിഗൂഢമല്ലോ. സ്നേഹാർദ്ര സ്മൃതി ഇതൊന്നു മാത്രം, സഞ്ജീവനം മൃതർക്കെങ്ങുമേകിടുന്നു. സ്നേഹാർദ്ര സ്മൃതി ഇതൊന്നു മാത്രം, സഞ്ജീവനം മൃതർക്കെങ്ങുമേകിടുന്നു. അമ്മമാർക്ക് നിങ്ങൾ ചെയ്യുന്ന നന്മയെ ശ്രീമതി പൊന്നുപിള്ള പറഞ്ഞതുപോലെ വാക്കുകളിൽ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാര്യം ആ സ്നേഹത്തിൻ്റെ ആഴത്തിൻ്റെ മുമ്പിൽ ഞാനും നമിക്കുന്നു. എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി മലയാളം സൊസൈറ്റിയുടെ പേരിലുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. താങ്ക് യു. താങ്ക് യു GP സാർ, താങ്ക് യു വെരി മച്ച്. മനോഹരമായ കവിത. ഓക്കെ, താങ്ക് യു. അടുത്തത് നമ്മുടെ മലയാളം സൊസൈറ്റി പ്രസിഡന്റ് ശ്രീമാൻ ജോർജ് മണ്ണിക്കരോട്ട് സാറിലേക്ക് പോകാം നമുക്ക്. ജോർജ് സാറ് അൺമ്യൂട്ട് ചെയ്ത്. സാറ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സാർ മ്യൂട്ടഡ് ആണേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തു കേട്ടോ. സ്റ്റിൽ മ്യൂട്ടഡ്. ഓക്കെ, ഫൈൻ. കേൾക്കാം. മാതൃദിനത്തെ പറ്റി എല്ലാ വർഷവും മാതൃദിനം ധാരാളം സംസാരിക്കുകയും പല വിധത്തിലുള്ള കവിതകളും ലേഖനങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ശ്രീമതി പൊന്നുപിള്ള വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രഭാഷണമാണ് നമ്മൾ കേട്ടത്. പ്രത്യേകിച്ച് അത് സ്വന്തം ജീവിതത്തോട് താരതമ്യപ്പെടുത്തി സ്വന്തം അനുഭവത്തിൽ ചാലിച്ച് പറഞ്ഞുകൊണ്ട് അതിന് കൂടുതൽ ഇഫക്റ്റീവ് ഉണ്ട്. അമ്മ ഒരു ഉദരത്തിൽ ഒരു ശിശു ഉദരത്തിൽ 8 മാസം 9 മാസം വഹിക്കുന്നത്, ആ കാലയളവിലുള്ള പ്രിക്കോഷൻസ് ഒക്കെ എങ്ങനെ വേണം, എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, എല്ലാ ചിന്തയും കുഞ്ഞുങ്ങളിലെ ഒക്കെ തൻ്റെ ആകാൻ പോകുന്ന പൈതലിൽ കുഞ്ഞിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അമ്മയിൽ നിന്ന് പോഷകാംശങ്ങൾ വഹിച്ച് സ്വീകരിച്ച് വളർന്നു വലുതായി വരുന്ന ഒരു കുട്ടി, ആ അമ്മയും ആ കുഞ്ഞുമായിട്ടുള്ള ബന്ധം ഒരിക്കലും വേർപിരിയുന്നതല്ല. അത് പൊന്നുപിള്ള പറഞ്ഞ പോലെ ഒരു പരാശക്തി പോലെ ഒരു ശക്തിയായി നിലകൊള്ളുന്നു. അമ്മയും കുഞ്ഞും ആയിട്ടുള്ള ബന്ധം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. മൃഗങ്ങളുടെ കാര്യത്തിൽ
അത് വളരെ വിസിബിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി മാതാവ് ഏത് വിധത്തിലുള്ള എതിരാളികളെയും എതിർപ്പിനെയും വളരെ ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ കുഞ്ഞിനെ രക്ഷപ്പെടാൻ വേണ്ടി, കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി. അത് ഒരു അഭൗമികമായ ആ ഒരു ശക്തി അത് ദൈവം തന്നെ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ഒരിക്കലും വേർപിരിയാൻ കഴിയാത്ത ബന്ധമാണ് അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം. എല്ലാ ഈശ്വരന്മാരും എല്ലാ മഹത്വ വ്യക്തികളും അമ്മയുടെ സ്നേഹത്തെ പറ്റി വർണ്ണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കേട്ടതുപോലെ വയലാണ്ട് രചനകളിൽ അതുപോലെ മറ്റ് പലയിടത്തും അതേപ്പറ്റി കാണാൻ കഴിയും. മുഹമ്മദ് നബിയുടെ കാര്യം ഇവിടെ പറഞ്ഞു. മുഹമ്മദ് നബിയോട് ഒരാൾ ചോദിച്ചു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ട സ്നേഹിക്കേണ്ട വ്യക്തി ആരാണ്? അത് മുഹമ്മദ് നബി മറുപടി പറഞ്ഞത് അമ്മ. രണ്ടാമതാരെയാണ് അമ്മ. മൂന്നാമതാരെയാണ് അമ്മ. നാലാമത്തെ ചോദ്യത്തിന് ഇനിയും ആരെയാണ് കൂടുതൽ ആദരിക്കേണ്ടത്? അതിൽ മാത്രമാണ് അച്ഛൻ്റെ പേര് സ്ഥാനം വന്നത്. അപ്പോൾ അത്രയും ദൈവികമായ ഒരു ശക്തിയാണ്. അമ്മയല്ലാതെ മറ്റു ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു ദൈവിക ശക്തിയാണ്, പരാശക്തിയാണ് അമ്മയുടെ ശക്തി, അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ആ സ്ഥാനത്തെ ബഹുമാനിക്കുക. ഇവിടെ കവിതയിൽ പറഞ്ഞ പോലെ, ഇളമതയുടെ കവിതയിലെ ആദ്യം അമ്മ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നടക്കുന്നു. അതിനുശേഷം ആ അമ്മയുടെ കൈപിടിച്ച് ശുശ്രൂഷിക്കാൻ ഒരു കുട്ടിക്ക് കഴിയണം. അതാണിന്ന് ഒരു പക്ഷേ ലോകത്തില് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകം വളരെ പുരോഗമിച്ചു. പ്രായമായ മാതാപിതാക്കളെല്ലാം അരക്ഷിതമായിട്ട് ഉള്ള ജീവിതമാണ് അവരിൽ കാണുന്നത്. വൃദ്ധസദനങ്ങൾ പെരുകുന്നു. പ്രായമായ അമ്മമാരെ, അച്ഛന്മാരെ യാതൊരു ഗതിയുമില്ലാതെ പുറത്ത് ഉപേക്ഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം വളരെ തെറ്റായ പ്രവണതയാണ്. ഒരിക്കലും മാതാപിതാക്കളെ സ്നേഹിക്കാതെ ജീവിക്കുന്നത് അനുപേക്ഷണീയമായ കാര്യമല്ല. പ്രത്യേകിച്ച് അമ്മയുടെ കാര്യത്തില് ഒരാളുടെ ജീവിതത്തിന്റെ സ്വഭാവത്തിന്റെ ഗുണഗണങ്ങളെല്ലാം അമ്മയിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അങ്ങനെ വളർന്ന് വലുതായി വരുമ്പോൾ അമ്മയെ സ്നേഹിക്കാനും അമ്മയുടെ ബഹുമാനിക്കാനും ആ മനുഷ്യർക്ക് കഴിയണം. അങ്ങനെ ഈ ലോകത്തിൽ കാണുന്ന ദൈവം, അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനിക്കേണ്ട, സ്നേഹിക്കേണ്ട അമ്മയാണ്. അമ്മയോടുള്ള കടപ്പാട് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എൻ്റെ ഓർമ്മയിൽ എപ്പോഴും അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ
ഓരോന്നായി എപ്പോഴും ഓർക്കുന്നുണ്ട്. പറ്റി ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ, പല കാര്യങ്ങളും ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും മഹത്വദിനത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി ജോർജ് മണ്ണിക്കരോട് സാർ, നന്ദി. അടുത്തതായിട്ട് നമ്മുടെ MC ചാക്കോ സാർ റെഡിയാണോ? അവസാനം MC ചാക്കോ, ആദ്യം ഞാൻ വിളിച്ചിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. MC ചാക്കോ സാർ. സാറ് ഞാൻ അൺമ്യൂട്ട് ആക്കി സാറേ. ആദ്യമായിട്ട് എല്ലാവർക്കും മാതൃദിന ആശംസകൾ. എല്ലാ മാതാക്കളും അത് ഇത് അർപ്പിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളത്, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്ന് ഈ സ്വന്തം അനുഭവത്തിലൂടെ ഒരു മാതാവിൻ്റെ ഇത് വ്യക്തമാക്കി തന്ന പൊന്നുപിള്ള ഇവിടെ ആ ഒരു ഇത് വളരെ അതിനെ ആസ്പദമാക്കി മാത്രം ഞാൻ 1-2 കാര്യം പറയുന്നു. ഒന്ന്, മനസ്സിനെയും ശരീരത്തിനെയും ഒരുക്കുക, മാതൃത്വത്തിന് വേണ്ടി ഒരുക്കുക. ആ ചിന്തകളിലൂടെയും ഇൻക്ലൂഡിങ് കഴിക്കുന്ന ആഹാരത്തിൽ കൂടെ പോലും കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടി അത് ആകണമെന്നുള്ള ചിന്തയിലൂടെ അത് വിശദീകരിച്ചത് വളരെ ഉദാത്തമായിരിക്കുന്നു. പിന്നെ സ്വന്തം ജീവിതത്തിൽ കൂടെ കാണിച്ചു തന്നത് എല്ലാം ജീവിക്കുന്നത് തന്നെ എനിക്ക് വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടിയാണ് എന്ന് വളരെ വിശദമായിട്ട് കാണിച്ചു. ഇതെല്ലാം കൂടെ ഞാൻ എൻ്റെ അമ്മയിൽ ഞാൻ അത് ആരോപിക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം എൻ്റെ അമ്മയിൽ എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇങ്ങനെ സ്വയം ത്യജിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി അത് വളരെ തന്മയത്വമായിട്ട് വളരെ പിന്നെ എന്തു പറയാനാ, വളരെ ഫസ്റ്റ് ഹാൻഡായിട്ടുള്ള ഒരു അനുഭവ സാക്ഷ്യമാണ് അതിലൂടെ കിട്ടിയത്. ഞാൻ അമ്മയെപ്പറ്റി പറയുകയാണ്, മാതൃത്വത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒന്ന്, ഇത് ത്യാഗമാണ്. ത്യാഗം, പിന്നെ കരുതൽ, പിന്നെ കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോഴുള്ള ലാളന, പിന്നെ പരിരക്ഷ, അവരുടെ രക്ഷ. ഈ പരിരക്ഷയുടെ ഭാഗം വരുമ്പോഴത്തേക്ക് ഇച്ചിരി രൗദ്രഭാവവും വേണേലാകാം. സ്വന്തം കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അത് ഇച്ചിരി രൗദ്രഭാവത്തിലും വരാം. ഇത് പ്രകൃതിയിലും നമുക്ക് കാണാം. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇതിലും പ്രകൃതിയിലും കാണാൻ പറ്റും. പക്ഷേ ഇതിന് ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂസ് വായിച്ചു, നമ്മുടെ നാട്ടിൽ നടന്നതാണ്. ഒരു 2.5 പവന്റെ ഒരു ആഭരണത്തിന് വേണ്ടി ഒരു മകൻ അമ്മയെ കൊന്നതായിട്ട്. അത് പോലീസ് കേസായി. അത് ആ മകനെ അറസ്റ്റ് ചെയ്തു. ആ അമ്മ ഒരു പക്ഷേ ജീവിച്ചിട്ടുണ്ടായിരുന്നു, മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ മകന് ഈ പോലീസിലാകുകയില്ലായിരുന്നു. കാരണം മരിക്കാൻ വേണ്ടി തന്നെ ചെയ്തിരുന്നെങ്കിലും അമ്മ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ അമ്മ ഈ മകൻ അനുകൂലമായിട്ട് പോലീസിന്റെ മൊഴി കൊടുക്കത്തുള്ളായിരുന്നു. അതായിരുന്നു മാതൃത്വം. ഈ ഒരു ഇത് സ്വന്തം മക്കളിൽ നിന്ന് തന്നെ തിക്തമായ അനുഭവങ്ങൾ വന്നാൽ പോലും അവരോട് കൂടെ നിൽക്കുന്ന ഒരു മനോഭാവം, അതാണ് മാതൃത്വം. അതിനെ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. പിന്നെ ഈ വിശാല അർത്ഥത്തില് മാതൃത്വം എന്നുള്ളത് നമ്മുടെ പ്രകൃതി തന്നെ മാതാവാണ്. പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യാതെ പ്രകൃതിയെ നമ്മൾ ആദരിക്കുക. അങ്ങനെ നമ്മുടെ മാതാവിനോടുള്ള നമ്മുടെ ബഹുമാനം അത് ഒരു വിശാലമായ അർത്ഥത്തില് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും മാതൃദിന ആശംസകൾ. താങ്ക് യു സർ. അമ്മമാരുടെ ആത്മാർപ്പണത്തെ പറ്റി അദ്ദേഹം സൂചിപ്പിച്ചു. താങ്ക് യു. ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ, എൻ്റെ ബൈ മിസ്റ്റേക്ക് ഓവർ ലുക്കിംഗ് എനിത്തിങ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, അവർ മുന്നോട്ട് വരിക. ആരും കാണുന്നില്ല, എല്ലാവരും തന്നെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു വിശകലനം, എൻ്റെ ഭാഗം. ഓക്കെ, ഇവിടെ ശ്രീമതി പുന്നുപിള്ള അമ്മമാരുടെ ജീവിതത്തെപ്പറ്റി, അവരുടെ ത്യാഗത്തെപ്പറ്റി, അവരുടെ മാഹാത്മ്യത്തെപ്പറ്റി, അർപ്പണ മനോഭാവത്തോടുകൂടിയ ജീവിതത്തെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് ഹൃദയത്തിൽ തട്ടി തന്നെ സംസാരിച്ചു.
ഞാൻ അവർക്ക് അതിന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മൾ അമ്മമാര് ഗ്രാൻഡ്മ അവരെയും നമ്മൾ ഗ്രാൻഡ്മ അമ്മൂമ്മ, അപ്പോൾ അവരുടെ എല്ലാം ഈ അവസരത്തിൽ ഈ അമ്മ ദിനത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നു. നമ്മൾ അമ്മമാരെ ചിലയിടങ്ങളിൽ അമ്മ എന്ന് വിളിക്കുന്നു, ചിലര് ഉമ്മ എന്ന് വിളിക്കുന്നു, ചിലർ മമ്മി എന്ന് വിളിക്കുന്നു, ചിലർ വെറും ചുരുക്കി മാം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ അമ്മമാരെ ഓരോ കാലഘട്ടത്തിലും ഓരോ കുട്ടികൾ കാലം മാറുന്നതനുസരിച്ച് കോലവും മാറുന്നു. അപ്പോൾ അത് ഓരോ അഭിസംബോധന ചെയ്യുന്നു. അത് നമുക്കറിയാം. അമ്മ എങ്ങനെയൊക്കെയാണെങ്കിലും, അതിപ്പോൾ അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ലോകത്തെവിടെയൊക്കെയാണെങ്കിലും അവരെപ്പോഴും വീടിൻ്റെ മണിവിളക്കുകളാണ് എന്നെല്ലാവർക്കും അറിയാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ കാലം അമ്മമാരുടെ ഉദരത്തിൽ പാർക്കുന്ന ആ സമയമാണെന്ന് പറയാറുണ്ട് കേട്ടോ. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും സുരക്ഷിതമായ കാലം. അതിനുശേഷം മുള്ളും മുരടും മൂർഖം പാമ്പ് ജനിച്ച ശേഷം നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, വിദ്യാഭ്യാസം ഉള്ള യാത്രകൾ, അവൻ്റെ വളർച്ച അനുസരിച്ച് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സംഘർഷങ്ങൾ, ജീവിത സംഘർഷങ്ങളെല്ലാം നേരിടാറുണ്ട്. പക്ഷേ അമ്മയുടെ ഉദരത്തിൽ ആ ശിശു ജീവിക്കുമ്പോൾ സംഘർഷങ്ങളൊന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത്. ഏറെക്കുറെ അത് ശരിയുമാണെന്ന് ഞാൻ അനുമാനിക്കുന്നു. പിന്നെ അമ്മ സൃഷ്ടി, സ്ഥിതി, സംഹാരം അമ്മയുടെ ഭാഗത്തുള്ളതല്ല. സൃഷ്ടി, സ്ഥിതി അത് മാത്രമാണ് അമ്മ ചെയ്യുന്നത്. അത് നമുക്കറിയാം. ഇപ്പോൾ ഞാൻ ഓരോരുത്തരുടെ അനുഭവം വെച്ച് പറയുമ്പോൾ, എൻ്റെ അമ്മ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അമേരിക്കയിൽ ഏകദേശം 4 കൊല്ലം എന്നോടൊപ്പം ന്യൂയോർക്കിലുണ്ടായിരുന്നു. ഞാൻ ന്യൂയോർക്കിലായിരുന്ന കാലത്ത് ന്യൂയോർക്ക് വൈറ്റ് പ്ലെയിൻസ് ജീവിച്ചിരുന്നു 4 വർഷക്കാലം. പിന്നീട് ഇപ്പോൾ എൻ്റെ അമ്മ മരിച്ചിട്ടിപ്പോൾ 2002 നവംബർ മാസത്തിലാണ് അമ്മ മരിച്ചത്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക്, അമ്മ ഇങ്ങനെ വളരെ മരണാസക്തിയായി കിടക്കുകയാണെന്ന് അറിഞ്ഞ് ഞാനിവിടെ നിന്ന് ഹ്യൂസ്റ്റണിൽ നിന്ന് പുറപ്പെട്ടു. ഞാനും ഭാര്യയും പുറപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ട്, ഞാൻ വീട്ടിൽ ഏറ്റവും മൂത്തതാണ്, 9 മക്കളിൽ ഏറ്റവും മൂത്ത ആളാണ്. അപ്പോൾ അമേരിക്കയിൽ ഞങ്ങൾ, എൻ്റെ ഇളയതുങ്ങൾ എല്ലാമായിട്ട് ഞങ്ങൾ 6 പേരുണ്ട് ഇവിടെ. അപ്പോൾ അവരെല്ലാം ന്യൂയോർക്കിലാണ്, ഞാനിവിടെ. അപ്പോൾ ഞാൻ പുറപ്പെട്ടു. ബാക്കി ആരും പുറപ്പെട്ടില്ല, അവർ പോകാൻ പറ്റിയില്ല. ഞാൻ മൂത്ത വ്യക്തി, ഞാൻ പുറപ്പെട്ടു. ഞാനവിടെ ലാൻഡ് ചെയ്ത് ഞാൻ പൈങ്ങോട്ടൂർ ഈ പുത്തൻകുരിശൊക്കെ കൂടിയാ പോയത് കേട്ടോ. അതേ അവിടെ ഇരിപ്പുണ്ട്. എറണാകുളത്ത് ഇറങ്ങിയ ശേഷം നമ്മൾ തൃപ്പൂണിത്തുറ പുത്തൻകുരിശ് ഒക്കെ കൂടി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ടാക്സി എടുത്ത് ഓടി. പക്ഷേ പൈങ്ങോട്ടൂർ ഞാൻ എത്തിയ ശേഷമാണ് അമ്മ മരിച്ചത്. അതുകൊണ്ട് എനിക്ക് അവസരത്തിൽ അവിടെ ചെന്നെത്തുവാനും ശവസംസ്കാര പരിപാടിയിൽ പങ്കെടുക്കുവാനും എല്ലാം എനിക്ക് സാധിച്ചു. അത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ബാക്കി ഇവിടെയുള്ള ഒരു മക്കൾക്കും അത് സാധിച്ചില്ല. മൂത്ത വ്യക്തിയായ എനിക്ക് സാധിച്ചു. എന്നോടൊപ്പം 4 കൊല്ലം ഇവിടെ വന്ന് താമസിച്ചു. 100 വയസ്സ് വരെ ജീവിച്ചു. ഞങ്ങൾ ഒരു പാവപ്പെട്ട കാർഷിക കുടുംബക്കാരാണ്. അപ്പോൾ 9 മക്കളെയൊക്കെ പോറ്റാനും പുലർത്താനും ഒക്കെ അമ്മമാരൊക്കെ കഷ്ടപ്പെട്ട കാര്യം അറിയാം. അപ്പോൾ പലപ്പോഴും ഞങ്ങൾക്കൊക്കെ ഭക്ഷണം വിളമ്പിയ ശേഷം അമ്മയ്ക്ക് അവസാനം ഭക്ഷണം കിട്ടിയെന്നിരിക്കില്ല. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് മൂന്നുന്ന പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഊഹിക്കാം എന്തുമാത്രം അമ്മ മക്കളെ സ്നേഹിക്കുന്നു, ആ കരുതൽ. അപ്പോൾ അതെല്ലാം ഇന്നും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുകയാണ്. ചില അവസരത്തിൽ ഞാൻ ഏകനായിട്ടിരിക്കുമ്പോൾ ഇതെല്ലാം എൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്താറുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ അമ്മയില്ലാത്ത വീട്, ഒരു സിനിമയുടെ പേരുണ്ട് കേട്ടോ, അമ്മയില്ലാത്ത വീട്. അമ്മയില്ലാത്ത വീട് സത്യത്തിൽ ഒരു മരുഭൂമിയാ, നമുക്ക് സഹാറ മരുഭൂമി മാതിരിയില്ല. അല്ലെങ്കിൽ അമ്മ ഉറങ്ങാത്ത വീട്, അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അമ്മ ഉറങ്ങാത്ത വീട്. അമ്മ ഉറങ്ങിയില്ല,
മക്കളെയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി അവർ പിടയ്ക്കുന്നുണ്ടോ? മക്കളെല്ലാം ഉറങ്ങുന്ന സമയത്തും അമ്മ ഉണർന്നിരിക്കുകയാണ്. മക്കളുടെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുകയാണ്. അവൻ കട്ടിലിൽ നിന്ന് വീഴുവോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാലിന് കുഞ്ഞ് കരയുന്നുണ്ടോ, വെള്ളത്തിന് കരയുന്നുണ്ടോ, രോഗാവസ്ഥയിലാണോ? അപ്പോൾ അമ്മ ഏതാണ്ട് 24 മണിക്കൂറും ഒരു സംരക്ഷകയാണ്, മക്കളുടെ സംരക്ഷകയാണ്. അതേമാതിരി സർവ്വ ജീവജാലങ്ങളും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കോതമംഗലം, എൻ്റെ താലൂക്ക് കോതമംഗലമാണ്. അപ്പോൾ കോതമംഗലത്ത് ഒരു ആന കുളത്തിൽ വീണു. അപ്പോൾ ആനയുടെ അമ്മ, ആനയുടെ പറയുന്ന പിടിയാന ഒക്കെ വളരെയധികം വേദനയോടുകൂടി വെളിയിൽ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിക്കുട്ടനെ ഒന്ന് വെളിയിൽ ഈ JCB ഒക്കെ കൊണ്ടുവന്ന് കുത്തി മേലേക്ക് കൊണ്ടുവരാനായിട്ട് വനപാലകരും സംരക്ഷകരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ആനയുടെ അതായത് ശരിയായ ബുദ്ധി, മനുഷ്യന് ഉള്ള മാതിരി ബുദ്ധിയില്ല, ബോധമില്ല, എന്നിട്ട് കൂടെ ആ മിണ്ടാപ്രാണി ഇങ്ങനെ നിൽക്കുകയാണ് വേദനയോടുകൂടി. നമുക്കറിയാം, ഒരു കോഴി, പെടക്കോഴി, ഈ കോഴി കുഞ്ഞുങ്ങളെ എത്ര കാര്യമായിട്ടാണ് സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. ആ കോഴിക്കുഞ്ഞുങ്ങളെ ആരെങ്കിലും നമ്മൾ പിടിക്കാനായിട്ടൊക്കെ ചെല്ലുമ്പോൾ ഒരുപക്ഷെ ആ തള്ളക്കോഴി നമ്മുടെ മേലെ ചാടി വന്ന് നമ്മളെ കൊത്തി എന്നിരിക്കും, അറ്റാക്ക് ചെയ്തെന്നിരിക്കും. അപ്പോൾ അങ്ങനെ ഒത്തിരി സർവ്വ ജീവജാലങ്ങൾക്കും, മനുഷ്യനും, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന് മാത്രമല്ല സർവ്വ ജീവജാലങ്ങൾക്കും അമ്മമാർ വളരെ പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ. അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ പിതാവിനുള്ള സ്ഥാനം എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഇപ്പം ചില അവസരത്തിൽ ഇങ്ങനെ ഈ കഴിഞ്ഞ മാസം ഇദ്ദേഹം നമ്മുടെ MC ചാക്കോ സാറ് സൂചിപ്പിച്ച മാതിരി നന്ദിഹീനമായിട്ട് പെരുമാറുന്ന മക്കളുണ്ട്. അമ്മമാരെ കൊന്നൊടുക്കുന്ന, അല്ലെ അമ്മമാരെ ജീവിതാന്ത്യത്തിൽ എങ്ങോടെങ്കിലും വലിച്ചെറിയപ്പെടുന്ന, എവിടെയെങ്കിലും റോഡിലേക്ക്, മകൻ സുഭിക്ഷമായിട്ട് ജീവിച്ചാലും അമ്മയെ പിച്ചക്കാരെ പോലെ അവഗണിച്ച് ഈ പിച്ചച്ചട്ടി ഏന്തി നടക്കുന്ന അമ്മമാരുടെ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. സിനിമയിൽ മാത്രമല്ല, യാഥാർത്ഥ്യ ജീവിതത്തിലും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കൂടുതൽ പോകുന്നില്ല, നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിലൊപ്പമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ മഹനീയമായ ഈ ദിനത്തിൽ ഇത്രയധികം ക്ഷമയോടുകൂടി ഇതിൽ വരികയും പങ്കെടുക്കുകയും അവരവരുടെ അഭിപ്രായങ്ങൾ ഹൃദയം തുറന്ന് നമ്മളോട് പങ്കുവെക്കുകയും ചെയ്ത എല്ലാവരോടും ഒരു നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഞാനിന്ന് ഇത് മോഡറേറ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ച മലയാളം സൊസൈറ്റിയോടും ഞാൻ എൻ്റെ അകൈതവമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ കർത്തവ്യം ഏതാണ്ട് 6 മണിക്ക് തീർക്കണം എന്നുള്ള ഒരു രീതിയോടുകൂടി അദ്ദേഹം, നമ്മുടെ ജോർജ് പുത്തൻകുരിശി ചിരിക്കുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞിരുന്നു 6 മണിക്ക്, വെരി സ്ട്രിക്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവമായ ആജ്ഞയും ശിരസ ഞാൻ വഹിച്ചു എന്നുള്ള തൃപ്തിയോടുകൂടി ഞാൻ അദ്ദേഹത്തിലേക്ക് തന്നെ ഇത് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. വീണ്ടും ഈ അമ്മ ദിനത്തിൻ്റെ ഏറ്റവും സ്നേഹത്തോടു കൂടിയുള്ള ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു AC ജോർജ്. എനിക്ക് 2 മിനിറ്റ് കൂടെ ഉണ്ട് 6 മണിയാകാൻ. എൻ്റെ ഫോണിൽ 58 അത് കാരണം ദീർഘിക്കുന്നില്ല. ഈ മാതൃദിനത്തില് ഇതിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇത്ര അനുഭവസ്ഥയായ ശ്രീമതി പൊന്നുപിള്ളയെ പോലെ മറ്റൊരാളെ ഞാൻ എവിടെ പോയി തപ്പേണ്ടത്? അതുകൊണ്ട് ആ ദൗത്യം ഞാൻ അവരെ ഏൽപ്പിച്ചു. അവരോട് പറഞ്ഞു, ഇത് ചെയ്തേക്കുക. ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട, പക്ഷെ അത് സന്തോഷപൂർവ്വം നിർവഹിച്ചു. എനിക്ക് അവരുടെ ആ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ ആ ജീവിതാനുഭവങ്ങളിൽ TN സാമുവൽ പറഞ്ഞ ചാലിച്ചെഴുതിയ വാക്കുകളാണ്. അപ്പോൾ അതിനെയൊന്നും ഒരു കവിക്കും ഒരു എഴുത്തുകാർക്കും കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. മലയാളം സൊസൈറ്റിയുടെ പേരിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഈ സൂം മീറ്റിങ്ങിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കി തരുന്ന വ്യക്തിയാണ് AC ജോർജ്. അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളിത് കണ്ടക്ട് ചെയ്തത്. ഞാൻ ഇന്നലെയാണ് എനിക്ക് ആ അവതരണ ഗാനം കിട്ടിയത്. അപ്പം ഞാൻ അദ്ദേഹത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2-3 പ്രാവശ്യം വിളിച്ചു, അത് കിട്ടിയോ? അപ്പം പല രീതിയിൽ ഞാൻ അയച്ചു കൊടുത്തു. അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെ എന്നുള്ളത് എനിക്ക് വലിയ പിടിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ആ ഷോർട്ട് ടൈം കൊണ്ട്
ഈ നിശബ്ദത എന്ന് പറയുന്നത് എനിക്കപ്പോ സംശയമായി, എന്തോ ചെയ്യുന്നത് വല്ല കുഴപ്പമുണ്ടാകുമോ? ഏതായാലും ഇന്ന് വളരെ മനോഹരമായിട്ട് വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഹി ഗോട്ട് ഇറ്റ് ഡൺ ആൻഡ് ഹി പ്രസന്റഡ് ഇറ്റ്. അത് അപൂർണമാണ്. അത് ഒന്നുകൂടെ ശരിയാക്കി തരാമെന്ന് വിൽസ്രാജ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് AC ജോർജിൻ്റെ ആ ഏറ്റവും മലയാളം സൊസൈറ്റിയോട് വളരെ കടപ്പാടുകൂടിയും ഉത്തരവാദിത്തോടുകൂടിയും അദ്ദേഹം നിർവഹിക്കുന്ന കർത്തവ്യത്തിന് ഞങ്ങളെന്നും നന്ദിയുള്ളവരാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിനകത്ത് പങ്കെടുത്ത ഓരോരുത്തരെയും, നാരായണൻ നായർ ആൻഡ് ബിജി നായർ, രാജു തോമസ്, അദ്ദേഹത്തെ വളരെ നാളുകൾക്ക് ശേഷം കാണാൻ സാധിച്ചു. തിരക്കിലാണെന്നറിയാം ന്യൂയോർക്കിൽ, എങ്കിലും നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ വാക്കുകളും ഒക്കെ ഇതിനെ ഏറ്റവും മനോഹരമാക്കുന്ന ഒന്നാണ്. താങ്ക് യു സോ മച്ച്. അദ്ദേഹം നാട്ടിലൊക്കെ ആയിരുന്നു, ജോൺ അളമത, അദ്ദേഹവും സമയത്തിന് വന്നു. അങ്ങനെ ഇതിനകത്ത് പങ്കെടുത്ത ഓരോരുത്തരോടും ഒരിക്കൽ കൂടി മലയാളം സൊസൈറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 6 മണിക്ക് തന്നെ ഈ മീറ്റിംഗ് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ. എനിക്കൊരു മദേഴ്സ് ഡേ അറ്റൻഡ് ചെയ്യാനുണ്ട്, ഞാനും പോവുകയാണ്. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.